ഉദ്ഘാടകനായിട്ടെത്തുന്നത് നമ്മുടെ ആദരണീയനായ ആരോഗ്യ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഒപ്പം മുഖ്യപ്രഭാഷണം നടത്തുന്നത് RS ശശികുമാറാണ്. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടുന്ന ആളാണ്. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയാണ് ആദ്യം. പ്രകാശ് ബാലകൃഷ്ണൻ. എല്ലാവരും ഇരുന്നാൽ മതി കേട്ടോ, എഴുന്നേൽക്കണ്ട. वक्रतुंड महाकाय कोटि सूर्य समप्रभा वक्रतुंड महाकाय कोटि सूर्य समप्रभा निर्विघ्नं कुरु मे देव निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। प्रणो देवी सरस्वती वाजे भर्वाजिनीवती दीनावमित्वयवदू वाग्देव्यै नमः। ओ നമ്മുടെ സംഘടനയുടെ അധ്യക്ഷനായ ശ്രീ S. ഗോപിനാഥ്. Neti, let us talk എന്ന ഈ ചർച്ചാ സംഗമത്തിൽ ഇന്ന് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള ഏറ്റവും ആദരണീയനായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അവർകൾ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ RS ശശികുമാർ, ഉന്നത ഹയർ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് മുന്നിലിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നീതി എന്ന ഈ സംഘടനയുടെ ഉത്ഭവം നമ്മുടെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ശരിയായ വിവരങ്ങൾ, ശരിയായ നറേറ്റീവ്സ് ആളുകളിലേക്ക് എത്താതിരിക്കുകയും വളച്ചൊടിച്ചതും വക്രീകരിച്ചതുമായ വിവരങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെയും പ്രചരണ പരിപാടികളിലൂടെയും ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഏറ്റവും ദുഷിച്ച ഒരു പ്രവണത, അതിന് ഒരു തടയിടുന്നതിന് വേണ്ടി ഏതു വിഷയത്തിലും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഒരു വിശദീകരണം, ശരിയായ ഒരു ചർച്ച, അതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ
എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചർച്ച, സജീവമായ ചർച്ച നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നീതി ലെറ്റസ് ടോക്ക് എന്ന ഈ കൂട്ടായ്മ രൂപം കൊണ്ടത്. കഴിഞ്ഞ ചർച്ചകളൊക്കെ വളരെ സജീവമായി ദേശീയ അന്തർദേശീയ വിഷയങ്ങളെ കുറിച്ചാണ് നടന്നത്. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അത്യധികം പ്രാധാന്യമുള്ള, അതിൻ്റെ കാലിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജനങ്ങളുടെ, നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം വഹിക്കുന്ന, ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കാനുള്ള ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വിഷയം ഈസ് കേരളാസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ക്രൈസിസ്. അതിലൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് അറിവ് നേടുക, നോളജ്, അക്വയറിംഗ് ഓഫ് നോളജ്. അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥിയുടെ കഴിവുകൾ വികസിപ്പിക്കുക, പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും ലാബറട്ടറികളിൽ നിന്നും കിട്ടുന്ന അറിവിനപ്പുറം പ്രായോഗികമായ ജീവിതത്തിനുള്ള പഠനം, നേതൃത്വ പാഠവം, അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ഇച്ഛാശക്തിയും കഴിവും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉത്തമ പൗരനെ സൃഷ്ടിക്കുക എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു കടമ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ഭംഗിയായി ഏറ്റവും അതിൻ്റെ ഉള്ളും പുറവും തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സദസ്സ് വളരെ ഗംഭീരമാണ്, പ്രൗഢഗംഭീരമാണ്. നമുക്ക് അവരോട് ആശയവിനിമയം ചെയ്യാം, എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ശരിയായ ഒരു മാർഗരേഖ, ഒരു പാത നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരാൻ ഈ ചടങ്ങ്, ഈ ചർച്ച ഇടയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം അതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ബഹുമാനായ അതിഥികൾ പറയും. അവരുടെ സർവതോന്മുഖമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാകായിക മത്സരങ്ങളും അതുപോലെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും, അതേപോലെ തന്നെ മെച്ചപ്പെട്ട ജനാധിപത്യ മൂല്യങ്ങളിൽ അല്ലെങ്കിൽ ദേശീയ ബോധമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കുന്നതിലുമൊക്കെ ഉള്ള ഒരു മൂശയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ. അവിടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും എക്സ്ട്രേനിയസ് ഇൻഫ്ലുവൻസസ് കൊണ്ടും അവരുടെ ബോധപൂർവമായ ചെറുതെങ്കിലും ശ്രമങ്ങൾ കൊണ്ടും ചെറിയ അപചയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഏറ്റവും ഫലപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഇവിടെ ഉദ്ഘാടകനായി എത്തിയ ശ്രീ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സാറിനെയും അതുപോലെ ശ്രീ RS ശശികുമാർ അവர்களെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തലോ അല്ലെങ്കിൽ ആമുഖമോ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. കേരള സർവകലാശാലയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നട്ടലുള്ള ഒരു വൈസ് ചാൻസലർ എത്തിയെന്നാണ് പൊതുവെ മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ സ്വീകരിച്ച കാര്യങ്ങളോ അല്ല. ചിലർക്കൊക്കെ കൊടുക്കേണ്ട സ്ഥലം എവിടെയാണ്, കസേര എവിടെയാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു. പക്ഷപാതങ്ങളില്ല, ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നത്തെ കേരളത്തിലെ സമൂഹം സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആ 22 വയസ്സുകാരൻ അനുഭവിച്ച ക്രൂരതയുടെ നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ സത്യത്തിൽ എനിക്ക് 2 മക്കളുണ്ട്. എനിക്ക് ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ചു പിടിച്ച് ഒടിച്ചു കളഞ്ഞിട്ട് കുടിവെള്ളം ഇറക്കാൻ വയ്യാത്ത സ്ഥിതിയിലുള്ള പീഡനം നടത്തുന്ന രീതിയിലേക്ക് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എത്തിയെങ്കിൽ അത് തിരുത്തൽ ആവശ്യമാണ്. അപ്പം അത്തരം നടപടികളിൽ അതിശക്തമായ നിലപാടെടുക്കുകയും സ്വന്തം കർമ്മരംഗത്ത് കേരളത്തിലെ ഏത് ഡോക്ടറെക്കാളും അഗ്രഗണ്യനായ രീതിയിൽ പ്രതിഭ തെളിയിക്കുകയും ചെയ്ത ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു.
അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അതിനുശേഷം അദ്ദേഹത്തിനുള്ള ചോദ്യോത്തരമാകാം. അദ്ദേഹത്തിന് ഉപഹാരം നൽകാൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ഗോപി സാറിനെ ക്ഷണിക്കുന്നു. വി ആൻഡ് ദ വേൾഡ് അറൗണ്ട്, മൻമോഹൻ വൈദ്യയുടെ ലേറ്റസ്റ്റ് പുസ്തകമാണ്. ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ബാബു, ശ്രീ എസ് ഗോപിനാഥ്, ശ്രീ ശശികുമാർ, ഏറ്റവും ബഹുമാന്യരെ, ഞാൻ ഏകദേശം ഒരു 4.5 വർഷത്തോളമായി വൈസ് ചാൻസലറായിട്ട് കേരള ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തൃശ്ശൂരിൽ കഴിയുകയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് എനിക്കൊരു നിയോഗം വന്നുപെട്ടത്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഏകദേശം 1 വർഷം കഴിയുന്നു. അപ്പോഴാണ് ഞാനും ഒരു വൈസ് ചാൻസലറാണെന്ന് തിരുവനന്തപുരത്തുള്ള എൻ്റെ പഴയ സഹപാഠികൾ തിരിച്ചറിഞ്ഞത്. തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയോട് നന്ദിയുണ്ട്. ഞാനിവിടെ പഠിച്ച ആളാണ്. തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിച്ച ആളാണ്. ആർട്സ് കോളേജിൽ പഠിച്ച ആളാണ്. എൻ്റെ കൂടെ പഠിച്ച SS നമ്പൂതിരിയുടെ വന്നിട്ടുണ്ട്. ഞാൻ SK നമ്പൂതിരിയുടെ വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം കാണുകയാണ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷനാണല്ലോ വിഷയം. കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ വളരെ മോശമാണ് എന്നൊരു വിചാരം, അത്ര മോശമല്ല എന്ന വിചാരം. എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്? കേരളത്തെ നമ്മൾ മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ പോക്കറ്റ്സ് ഓഫ് എക്സലൻസ് നമുക്കുണ്ട്. ലോകത്തിലുള്ള ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തോടും കിടപിടിക്കാവുന്ന മികച്ച സ്ഥാപനങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. ഈ നഗരത്തിലുള്ള ശ്രീചിത്ര തിരുനാൾ സെൻറ്റർ അതൊരു ആശുപത്രി മാത്രമല്ല, ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രമാണ്. അവിടെ ഏറ്റവും മികച്ച പഠനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐസർ, ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ആ മികവ് നിലനിർത്തുന്നത് എന്ന് നമ്മൾ കാണുന്നു. 2 ആരോഗ്യ സർവകലാശാല മറ്റ് സർവകലാശാലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിലവാരമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ ഏതൊരു മെഡിക്കൽ കോളേജിനോടും കിടപിടിക്കാവുന്നതാണ്. തിരുവനന്തപുരമുണ്ട്, കോഴിക്കോടുണ്ട്, ആലപ്പുഴയുണ്ട്, തൃശ്ശൂരുണ്ട്. ഞാൻ 25 വർഷം ജോലി ചെയ്ത തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അടക്കം മികവ് നിലനിർത്തുന്നുണ്ട്. ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ, ഇതിനേക്കാളുമൊക്കെ സാധ്യതയുണ്ടായിരുന്നു. അതേസമയം ഞാനിപ്പം ഇച്ചിരി ഒരു 5 മിനിറ്റ് വൈകി. ഞാൻ വൈകാൻ കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിറങ്ങി വന്നതാണ്. സിൻഡിക്കേറ്റിൽ ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, നമുക്ക് കാര്യമുള്ളതൊക്കെ സംസാരിച്ചൂടെ, ഇത് നമുക്ക് പിന്നെ നിങ്ങളുടെ പ്രസംഗങ്ങൾ ഞാൻ പിന്നെ കേൾക്കാം. പ്രസംഗ മത്സരം അല്ലല്ലോ. പക്ഷെ ചില ആളുകൾ അതൊരു പ്രസംഗ മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയും ആരോഗ്യ സർവകലാശാലയും തമ്മിലുള്ള വ്യത്യാസം, അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് എന്ന് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയി ചാർജ് എടുത്തപ്പോഴാണ് മനസ്സിലാക്കിയത്. കാരണം ഈ കേരളത്തിലെ ഈ 2 യൂണിവേഴ്സിറ്റികളെയും ഭരിക്കുന്ന ഒരു ഭരണസമിതിയുണ്ട്. ഭരണസമിതി സിൻഡിക്കേറ്റ് എന്നോ ഗവേണിംഗ് കൗൺസിൽ എന്നോ പറയും. ഇവിടെ സിൻഡിക്കേറ്റ് എന്ന് പറയും, അവിടെ ഹെൽത്തിൽ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയും. ഇതിൻ്റെ സാരമായ സ്വഭാവ വ്യത്യാസം എന്താണ്? ആരോഗ്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിലുള്ള എല്ലാ അംഗങ്ങളും ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണൽസ് മാത്രമാണ്. പ്രൊഫഷണൽ അല്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് ഹെൽത്ത് സെക്രട്ടറിയാണ്.
പലപ്പോഴും അതും ഡോക്ടർ ആവാറുണ്ട്. ബാക്കി എല്ലാവരും പ്രൊഫഷണൽസാണ്. അവിടെ എലക്റ്റഡ് ആളുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലക്റ്റഡ് ആളുകളുണ്ട്. ദേ ആർ ഗെറ്റിംഗ് എലക്റ്റഡ് ഫ്രം ദി അക്കാഡമിക് കൗൺസിൽ. അക്കാഡമിഷ്യൻസ് ഉള്ള ഒരു മേഖലയിൽ നിന്ന് ഒരു മികച്ച ഒരു ആയുർവേദ, ഹോമിയോ, അവർക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, എല്ലാവരെങ്കിൽ അവർ എലക്റ്റഡ് ആവില്ലല്ലോ. ബട്ട് ദെൻ ബേസിക് മിനിമം റിക്വയർമെൻറ്റ് ഈസ് ടു ബി എ ഹെൽത്ത് പ്രൊഫഷണൽ. അവിടെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ മേഖലയിലുള്ള പ്രൊഫഷണൽസിനെ മാത്രമേ ഈ കഴിഞ്ഞ 3 വൈസ് ചാൻസലർമാരുടെ ടേമിലും 2 തരം ഗവൺമെൻറ്റുകളും നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. ഗവർണർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, അത് വൈസ് ചാൻസലറുടെ അഭ്യർത്ഥന പ്രകാരം. അപ്പോൾ അവിടുത്തെ മീറ്റിങ്ങുകളിൽ നമ്മൾ അജണ്ട വെച്ച് കഴിഞ്ഞാൽ ആ അജണ്ട അത് കൃത്യമായിട്ട് പാസ്സാകും. അതിൽ ചിലപ്പോൾ തർക്കമുണ്ടെങ്കിൽ അത് ക്ലാരിഫിക്കേഷൻ അവരുടെ എക്സ്പെർട്സാണ്, അവർ പറയും ഇതല്ല, ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ ആൻഡ് യു ഇംപ്ലിമെൻറ്റ് തിങ്. ഇവിടെ വരുന്നത്, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒന്ന് നോമിനേറ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് ബൈ ദ പ്രോ ചാൻസലർ ഹു ഈസ് എ മിനിസ്റ്റർ, ആൻഡ് ഷീ നോമിനേറ്റ്സ് അണ്ടർ ദ ബ്രാൻഡ് എമിനൻറ്റ് സ്കോളേഴ്സ്, എമിനൻറ്റ് എഡ്യൂക്കേഷനിസ്റ്റ് എന്ന് പറയുന്ന ആളുകളുടെ എമിനൻസ് നമുക്കറിയാം. അത്തരം ആളുകളെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. ദേ ഡയറക്ട്ലി കം ടു സെനറ്റ് ആൻഡ് കം ടു ദ സിൻഡിക്കേറ്റ്, whose only contribution is political violence, whose only contribution is disruption. അതാണ് ഈ വരുന്ന ആളുകൾ. പിന്നെ there is a constituency from which they are elected. They are elected from the Senate. അപ്പോൾ ഈ സെനറ്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് ബോഡിയാണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ലീഡേഴ്സ് ഫ്രം വേരിയസ് പീപ്പിൾ ഫ്രം വേരിയസ് പ്ലേസസ്. അതിൽ ടീച്ചേഴ്സ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ആളുകളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ഇങ്ങനെ. അപ്പോൾ അത്തരം ആളുകളാണ്. സോ എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയാം. നോട്ട് എ വെരി ഗുഡ് ക്രോസ് സെക്ഷൻ, ബട്ട് സം കൈൻഡ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ അതിൽ കുറച്ച് അക്കാഡമിഷ്യൻസും ഉണ്ട്. But these academicians are always subdued. And these academicians are there because of their political commitment, allegiance. An academician by himself or herself cannot reach the university's higher place. അപ്പം നമ്മളെ ഏറ്റവും മുകളിലുള്ള ഒരു സമിതി ആരോഗ്യപരമല്ല. അവിടെ അക്കാഡമിക്സ് അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. അവരുടെ വിഷൻ പരിമിതമാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അറിയാത്തൊരാളെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തുമ്പിക്ക് കല്ലെടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പം ഇതാണ് ഇവിടെ ഒരുപാട് നാളുകളായിട്ട് ഫേസ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഈ ചെറിയ പരിമിതമായ. പിന്നെ വേറൊന്ന്, യൂണിവേഴ്സിറ്റിയുടെ അപ്പെക്സിൽ ഉള്ള ആൾ വൈസ് ചാൻസലറാണ്. And as per the act, as per the regulation, Vice Chancellor has got immense powers. ഒരു തീരുമാനം എടുക്കണമോ വേണ്ടയോ എന്ന് വൈസ് ചാൻസലർ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതി. The only person who can correct the Vice Chancellor or അതിനെ തിരുത്താൻ ഓണറബിൾ ചാൻസലർക്കേ പറ്റുള്ളൂ. Nobody else can correct it. അത്രയും പവേഴ്സ് ഇത് 1938 അല്ലെങ്കിൽ 1983 പിന്നെ ഉണ്ടാക്കിയ ആളുകൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരു വൈസ് ചാൻസലറും ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ബിക്കോസ് ദേ ആർ ദ ക്രിയേഷൻ ഓഫ് ദ സിൻഡിക്കേറ്റ്സ്. സോ ദ സിൻഡിക്കേറ്റ് വിൽ ഡിസൈഡ് ഹൂ ഷുഡ് ബി ദ വൈസ് ചാൻസലർ ആൻഡ് അവരൊരു കാര്യം തീരുമാനിക്കും. അപ്പം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ യുവജനോത്സവം ഇതിലൊക്കെ തന്നെ നമുക്ക് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ബട്ട് ദെൻ ദർ ആർ പീപ്പിൾ ഹൂ ജസ്റ്റിഫൈ ഇറ്റ്. അപ്പം ഇന്നലെ ഈ യൂണിയൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ്. പിരിച്ചുവിട്ടതല്ല, അത് അവസാനിച്ചതാണ്. അപ്പം ഇന്നത്തെ ആദ്യത്തെ 3/4 മണിക്കൂർ ചർച്ച അതിനെ എങ്ങനെ റിവൈവ് ചെയ്യണം എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി റിവൈവ്ഡ് എന്നുള്ള 3/4 മണിക്കൂർ അത് ഞാൻ പറഞ്ഞത് അവസാനിച്ചു. ഇനി അവസാനിച്ചതിന് റിവൈവ് ചെയ്യാൻ
മുകളിൽ ചാൻസലർ ഉണ്ട്, അദ്ദേഹത്തോട് പറയാം അതല്ല ഇനിയും കുറച്ച് പരിപാടികൾ നടത്താനുണ്ട്, അതുകൊണ്ട് തൽക്കാലം അവരെ ഏൽപ്പിക്കുക, അവസാനം അതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി പഠിക്കട്ടെ, കമ്മിറ്റി പഠിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാം. സോ യു ടേക്ക് എ ബ്രീത്തിങ് ടൈം. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ UG കോളേജുകളിൽ 25-30% സീറ്റുകൾ വേക്കൻ്റാണ്. അപ്പോൾ ഈ സീറ്റുകൾ വേക്കൻ്റ് ആകുമ്പോൾ ദർ ആർ 2 kind of എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ ഒരു കുട്ടിയില്ലെങ്കിലും അധ്യാപകർക്ക് ഒരു കുഴപ്പമില്ല, കൃത്യമായിട്ട് ശമ്പളം കിട്ടും. DA ചിലപ്പോൾ കൂടുതലെന്നേ ഇരിക്കുള്ളൂ, DA ചിലപ്പോൾ വൈകുന്നേ ഉള്ളൂ, മറ്റേ ലീവ് സറണ്ടർ ചിലപ്പോൾ കിട്ടിയില്ലെന്നേ വരുള്ളൂ, പക്ഷെ എന്നാലും കിട്ടും. ബട്ട് ദെൻ പ്രൈവറ്റ് കോളേജുകൾ അഗെയിൻ 2 തരമുണ്ട്. അതിൽ എയ്ഡഡ് കോളേജുകളിൽ ഈ പ്രശ്നമൊന്നുമില്ല, എയ്ഡ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ എനിക്കൊന്നും വിദ്യാർത്ഥികളുടെ എണ്ണവും ക്ലാസ് അവറിൻ്റെ ഒക്കെ കണക്ക് വരുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ഇല്ലാതാവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതർവൈസ് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രൈവറ്റ് കോളേജ്, പ്യൂർലി പ്രൈവറ്റ് കോളേജ്, അവർ പിള്ളേരുടെ പൈസ വാങ്ങുന്ന പൈസ കൊണ്ടാണ് ഈ കോളേജ് നടന്നത്. അതുകൊണ്ട് തന്നെ പ്യൂർലി പ്രൈവറ്റ് കോളേജ് സർപ്രൈസിംഗ്ലി മെനി ഓഫ് ദം ഹാസ് ഗോട്ട് ഗുഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കാരണം അത് സർവൈവലാണ്. സോ ദേ മേക്ക് ഷുവർ ദാറ്റ് സ്റ്റുഡൻസ് ആർ ഗിവൺ എ ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചേഴ്സ് പിന്നെ റീസണബിൾ സാലറി അങ്ങനെയൊക്കെ കൊടുത്ത് സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം കോഴ്സുകളോടൊക്കെ ഇപ്പം വലിയ മടി. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനുള്ളതാണ്? പിന്നെ ഇവിടെ പരിശീലിക്കുന്നത് വിദ്യാഭ്യാസവും ഉണ്ട് എന്നേ ഉള്ളൂ, വിദ്യാഭ്യാസവും ഉണ്ട്, മറ്റൊരുപാട് കാര്യങ്ങളാണ് അവിടെ പരിശീലിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം. പിന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പീപ്പിൾ ക്യാൻ ഡിസഗ്രി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചത് എയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് കോളേജുകളുമാണ്. ദാറ്റ് ഇസ് എ പൊസിഷൻ ഐ ഹാവ് ടേക്കൺ. ഒരു കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവായിരുന്ന കാലത്ത് എയ്ഡഡ് കോളേജ്, ഈ സ്കൂളുകളെയും കോളേജുകളെയും ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ശമ്പളം കൊടുക്കാമെന്നൊരു തീരുമാനം ഹിസ്റ്റോറിക്കലി മേ ബി റെലവൻറ്റ്. പക്ഷെ അന്നൊരു വലിയ അബദ്ധം കാണിച്ചു. ഈ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അവകാശം കൂടെ ഗവൺമെൻറ് എടുക്കണ്ടേ? ഞാൻ ആർക്കാണ് പൈസ കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ലേ? അത് മാനേജ്മെൻറ്റിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. കഴിഞ്ഞ ദിവസം മേ ബി ഐ മസ്റ്റ് ലിറ്റിൽ ഹാർഷ്, എയ്ഡഡ് കോളേജ് അധ്യാപക സംഘടന എന്നെ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, സാറിനറിയാവോ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും മികച്ച നിലയിലാക്കുന്നത് ആരാണെന്നറിയാവോ? ഞാൻ ചോദിച്ചു, ആരാണ്? അത് ഞങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറൊന്ന് ഇരിക്കാവോ? നിങ്ങളിൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ പറ്റും പണം കൊടുക്കാതെയാണ് ജോലി കിട്ടിയതെന്ന്? അതൊക്കെ പറയും. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആയത് പൈസ കൊടുത്തിട്ടാണ്. നിങ്ങൾ പൈസ കൊണ്ട് ഒരാൾക്ക് കൊടുത്തു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ദെൻ വാട്ട് ഹാപ്പൻഡ്? ദർ മസ്റ്റ് ഹാവ് ബീൻ എ മെരിറ്റോറിയസ് പേഴ്സൺ. മിടുക്കൻ എവിടെയോ ഉണ്ടായിരുന്നു, ആ മിടുക്കനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തു. സോ മിടുക്കില്ലാതായി, പണം മാത്രമായി. പിന്നെ ടീച്ചർ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുക? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഓണസ്റ്റിയാണ്. ദ മൊമെന്റ് യു പെയ്ഡ് മണി യു ഹാവ് ബിക്കം ഡിസോണസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ഓണസ്റ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? ആൻഡ് ദിസ് ഈസ് എ റിയാലിറ്റി. അവർ ഒരു ദിവസം എനിക്കെതിരായിട്ട് അവിടെ ധർണയൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെയാണിപ്പോൾ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ആളായത്, ഇങ്ങനെയൊക്കെ ധർണകളൊക്കെ നടത്തുമ്പോൾ. ബട്ട് നൗ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എനിക്കറിഞ്ഞുകൂടാ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രപ്പോസിഷൻ. പക്ഷെ അല്ലാതെ ഈ അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഞാൻ അവരെ സാക്ഷി നിർത്തി പറഞ്ഞു, ഇവരാരും അധ്യാപകരാവാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ അവരപ്പുറം ഇരുന്നേനെ. ദിസ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ മീഡിയോക്കർ ആയിട്ടുള്ള ടീച്ചേഴ്സ്, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഡിസോണസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, വിദ്യാഭ്യാസം ഈ നന്നാവുന്നതൊക്കെ പറയുന്നത് എങ്ങനെ നന്നാവാൻ പറ്റുക? ആൻഡ് ഇതിൻ്റെ മുകളിൽ ഇവർക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മന്ത്രി അടക്കം ഉള്ള ആള് ഇങ്ങനെയുള്ളൊരു ടീച്ചറാണ്.
and political freedom ഉണ്ട്. And they get salary, they get pension, they become minister, and they take decision about you. And how did they reach there? ഞാൻ പറഞ്ഞ റൂട്ട് വഴി. എന്നിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് മികച്ചതാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു മികച്ചതാകണം? Where don't we think about that? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് there are തുരുത്തുകളുണ്ട് ഇവിടെ, ഐസൊലേറ്റഡ് തുരുത്തുകൾ നമ്മുടെ നാട്ടിലിപ്പോഴും ഉണ്ട്. കേരളത്തിൽ മികവ് കാണിക്കാൻ നമുക്ക് കഴിയും, മികവുണ്ട് കേരളത്തിൽ, പക്ഷെ മികവ് എല്ലായിടത്തും ഇല്ല. മികവുള്ള ആളുകൾ അതുകൊണ്ട് പുറത്തു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കിൻ്റെ ഇല്ല, പക്ഷെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരുപാട് പേര് പോകുന്നുണ്ട്. പിന്നെ ഞാനെന്തിന് ഈ കേരളത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ നിൽക്കണം? നമ്മൾ ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്നൊക്കെ നമ്മൾ പറയാം, ലോകം മുഴുവൻ സുഖകരമായിരിക്കട്ടെ. അപ്പോൾ ഞാനൊരു ലോക പൗരനായിട്ട് പുറത്തു പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ദേ കുട്ടികൾ. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ ഓപ്ഷൻസ്. ഒരു രസമുള്ളൊരു കഥ പറയാം. ഞാൻ ഒരിക്കൽ ഐ വാസ് കമ്മിങ് ഫ്രം ഡൽഹി വയ പൂന. അപ്പോൾ പൂനെയിൽ പ്ലെയിന് രാത്രി 12 മണിക്കാണ് എത്തിയത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു കുട്ടി വന്നിരുന്നു. കുട്ടി കുറച്ച് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അങ്കിൾ മലയാളിയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു താൻ ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുക? ഞാൻ ഇവിടെ BA പഠിക്കാൻ വന്നതെന്ന് പറഞ്ഞു. BA പഠിക്കാൻ വേണ്ടിയിട്ട് പൂനെയിൽ വന്നോ? എൻ്റെ വീട് എവിടെയാണ്? തിരുവനന്തപുരം. ഞാൻ പറഞ്ഞു അവിടെ വിമൻസ് കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, മാർ വിമൻസ് കോളേജ്. എന്തിനാണ് ഇവിടെ വന്നത്? അവിടെ എനിക്ക് ആവശ്യമുള്ള കോഴ്സുകളൊന്നുമില്ല. അപ്പോൾ തനിക്ക് ആവശ്യമുള്ള കോഴ്സ് എന്താണ്? എനിക്ക് പൊളിറ്റിക്സും എൻവയോൺമെൻറ്റൽ സയൻസും ഹിസ്റ്ററിയും കൂടെ പഠിക്കണം, ഇത് മൂന്നും കൂടെ. ഞാൻ ചോദിച്ചു ഇത് മൂന്നും കൂടെ എങ്ങനെ പഠിക്കണം, തനിക്കെന്താ ഭ്രാന്തുണ്ടോ ചോദിച്ചു. അങ്കിള് പഴഞ്ചനാണല്ലേ, അങ്കിളിന് ഒരു വിവരമില്ല. കുട്ടി പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഓണസ്റ്റ്ലി വൈ ആർ യു ടീച്ചിങ് ദിസ്? ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് UN. എനിക്ക് UNലോ WHO അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. സോ ദാറ്റ് ഓപ്പൺ മൈ ഐസ്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ അവസരമില്ല. അപ്പം കേരള യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി കോഴ്സ് തുടങ്ങുന്ന ഒരു വിഷയം വന്നു. കേരളത്തിൽ 4-year കോഴ്സ് തുടങ്ങണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാ വൈസ് ചാൻസലർമാരും പറഞ്ഞു ഈ വർഷം തുടങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വിൽ സ്റ്റാർട്ട്, തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റി 4-year കോഴ്സും തുടങ്ങി വിത്ത് ആൻ ഓപ്ഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള കോഴ്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആലോചനാ മീറ്റിങ്ങിൽ അധ്യാപകരെല്ലാവരും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതെങ്ങനെ. അപ്പം ഞാൻ ഈ കുട്ടിയുടെ കഥ പറഞ്ഞു. പിന്നെ ആർക്കും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ആൻഡ് ഈ 4-year കോഴ്സിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഇഫ് യു ഓഫർ ഗുഡ് യു വിൽ ആൾവേസ് ഗെറ്റ് ഗുഡ് സ്റ്റുഡൻസ്. അതായത് ഇവിടുത്തെ അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷൻ മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ 4-year ഡിഗ്രി നമ്മൾ പേപ്പറിൽ പരസ്യം ചെയ്തത്. അപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. ആകെ 30 സീറ്റാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്താണ്, ആരെങ്കിലും അപ്ലൈ ചെയ്യുമോ എന്നുള്ളത്. കാരണം അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു. ആൻഡ് നമ്മളത് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 700 ആപ്ലിക്കേഷൻസ് കിട്ടി. ആൻഡ് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 98.5 ആണ് +2-ന്. സോ മിടുക്കന്മാർ നല്ല കാര്യം ഓഫർ ചെയ്താൽ വരും. ഞാൻ എന്നിട്ട് ആ ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ വലിയൊരു ബാധ്യതയാണ് നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേ ആർ ബിലീവിങ് യു, ദേ ആർ ബിലീവിങ് മീ. അതുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഡൽഹിയിലും മദ്രാസിലുമൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ അത് കളഞ്ഞേച്ചെങ്കിൽ വന്നിരിക്കുക, തിങ്കിങ് ദാറ്റ് പണ്ട് ഐൻസ്റ്റീൻ വൈസ് ചാൻസലർ ആകാൻ സാധ്യത ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നിരിക്കുക പിള്ളേർ. മനസ്സിലായില്ലേ? സോ ദാറ്റ് വാസ് എ ഹ്യൂജ് ബിലീഫാണ്. അപ്പോൾ ദർ ഈസ് സ്റ്റിൽ സ്പേസ്, ദർ ഈസ് സ്റ്റിൽ ഹോപ്പ്. നമ്മൾ മികവ് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഈ മികവ് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഏകദേശം 10ഓളം 4-year കോഴ്സ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതിന് ഇവരെല്ലാവരും കൂടെ പറഞ്ഞത് നമുക്ക് അതിനകത്തൊരു കോളേജ് ഉണ്ടാക്കി അതിനകത്ത് ഇത് നടത്താമെന്ന്. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഒരു ആർട്സ് കോളേജ് സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും UG കോഴ്സുകൾ, UG സ്റ്റുഡൻസ് വരണം.
They should come to the chemistry department and study undergraduate chemistry course. They should come to the economics department and study. അതാണ് ലോകത്തിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണം എനിക്കറിഞ്ഞോട്ട് എത്രത്തോളം ഇവർ തയ്യാറാകാനുള്ളൊരു ശ്രമമാണ്. ഈ കരിക്കുലം ഉണ്ടാക്കുക, സിലബസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒന്ന്, യൂണിവേഴ്സിറ്റിയുടെ സിലബസും കരിക്കുലവും ഒക്കെ സൃഷ്ടിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസാണ്. അപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചില സംഘടനകൾ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് ഈയിടെ 1-2 പേര് പരാതി പറഞ്ഞപ്പോഴാണ്. വളരെ സീനിയർ പ്രൊഫസർമാർ പുറത്തും അയാൾ പഠിപ്പിച്ച ആളുകൾ മെമ്പറുമാണ്. അപ്പോൾ ഞാനത് മൊത്തം ക്യാൻസൽ ചെയ്തു. ഏകദേശം 100ഓളം ബോർഡുകളുണ്ട്. 40 എണ്ണമാണ് എൻ്റെ കയ്യിൽ വന്നു. 40 എണ്ണവും ഞാനത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് വില്ലിങ്നെസ് ചോദിച്ചു, ആരൊക്കെയാണ് ബോർഡ് ഓഫ് സ്റ്റഡികളിൽ അതാണ്. എന്നിട്ട് അവരുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ ആ ബോർഡ് ഓഫ് സ്റ്റഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ അത് സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് തന്നെന്നാണ് നമ്മുടെ ഓഫീസ് ക്ലറിക്കൽ സെക്ഷനിൽ നിന്ന് തരുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ്, വിശ്വാസം തെറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആളുകളെ മാത്രമേ ഞാൻ അതിനകത്ത് മെമ്പറായിട്ടുള്ളൂ. ആൻഡ് ഐ ടുക്ക് എ ബോൾഡ് ഡിസിഷൻ. ഈ എല്ലാ ബോർഡുകളുടെയും ചെയർമാനായിട്ട് ഗവൺമെൻറ് അധ്യാപകരെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഗവൺമെൻറ് കോളേജുകളിലെ അധ്യാപകർ മാത്രം ബോർഡ് ചെയർമാൻമാരായി എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനെതിരായിട്ട് വലിയ ചെറിയ കലാപം വളരുന്നുണ്ട്. കാരണം ഞാനിത് ചെയ്യാൻ കാരണം, ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്പെക്ഷൻ ടീമുകൾ, അതേപോലെ തന്നെ ബോർഡുകൾ എല്ലാം വി ഡിപ്പെൻഡ് ഓൺ ദി ഗവൺമെൻറ് ടീച്ചേഴ്സ്. പ്രൈവറ്റിലെ ടീച്ചേഴ്സ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നതല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഈ ടീച്ചർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് ചോദിക്കാനും പറയാനുണ്ട്. ചിലപ്പോൾ ഈ ടീച്ചർ പ്രശ്നം ഉണ്ടാക്കിയാൽ ആ ടീച്ചറോടും ചോദിച്ചാൽ, അയാൾ സ്ഥലം വിട്ടു പോയി എന്ന് പറയും. നമുക്ക് കുറഞ്ഞ പക്ഷേ അയാളുടെ ശമ്പളമെങ്കിലും പിടിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരും. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടബിലിറ്റി. പിന്നെ ഇവിടെ വേറെ ഒരു കാര്യം, ഇപ്പോൾ വെൻ സംബഡി സ്റ്റാർട്ട്സ് എ ന്യൂ കോളേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്പെക്ഷന് പോകുന്നത് സിൻഡിക്കേറ്റാണ്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി ബൈ ദി അക്കാഡമീഷ്യൻസ്. അത് ഇതുവരെ സമ്മതിച്ചു തന്നിട്ടില്ല. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അങ്ങനെയല്ല. ഇഫ് സംബഡി വാണ്ട്സ് ടു സ്റ്റാർട്ട് എ മെഡിക്കൽ കോളേജ്, വി വിൽ സെൻഡ് 3 എമിനന്റ് മെഡിക്കൽ പ്രൊഫസേഴ്സ്. അവരാണ് പോയി നോക്കുന്നത് അവർക്ക് സൗകര്യമുണ്ടോ എന്ന്. ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടത്. ദിസ് ഈസ് വാട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഡസ്. ദിസ് ഈസ് വാട്ട് നാഷണൽ ആയുർവേദ കമ്മീഷൻ ചെയ്യുന്നത്. ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇത്തരം അബറേഷൻസ് ആണ് വരുന്നത്. ആൻഡ് കാലാകാലങ്ങളിലായിട്ട് അർഹതയില്ലാത്ത ആളുകൾക്ക് പവർ കൊടുത്തിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ. ഇതിനൊരു കൃത്യമായ നിയമം വന്നാൽ അധികാര സമിതികളിൽ അക്കാഡമീഷ്യൻസും ആകണം, അക്കാഡമീഷ്യൻസ് മാത്രമേ പറ്റൂ എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞ്, ഇപ്പം ഐസറിൽ അല്ലെങ്കിൽ ശ്രീചിത്രയിൽ ഇവിടെയൊക്കെ ആരാണ്? ദർ ആർ അക്കാഡമീഷ്യൻസ്. അക്കാഡമീഷ്യൻസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണൽ ജോലിയാണ്. ഇപ്പോൾ ഞാൻ ആശുപത്രി സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ആശുപത്രിയിൽ ഒരു ഭരണസമിതി ഉണ്ടാക്കിയിട്ട് നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ഉണ്ടാക്കിയിട്ട് അവർ തീരുമാനിക്കും ഇവന് സർജറി വേണമോ ഇവന് റേഡിയേഷൻ വേണമോ തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? ദാറ്റ് ഈസ് എ റിയാലിറ്റി. ദാറ്റ് ഈസ് വാട്ട് വി ആർ സീയിങ്. ഇതാണ് ഇപ്പോൾ ഒരു വസ്തുതകൾ. I think we can have discussion rather than me talking and talking and talking. Thank you. സാർ, ഏതാണ്ട് നമ്മളുടെ ഒരു വളരെ വ്യക്തമായ സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നിൽ വെച്ചു നമുക്ക് ചർച്ച ചെയ്യാറുള്ള അജണ്ട. ഈ 1957 ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് മോഹൻ കുന്നുമ്മൽ സാർ പറഞ്ഞ സജഷൻ ആദ്യം വെച്ചത്. ഈ സ്വകാര്യ മേഖലയിലെ നിയമനം PSCക്ക് വിടണം. അന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനം വിമോചന സമരത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. പക്ഷെ പിന്നീട് ഇതുവരെ അത് വന്നിട്ടില്ല.
അപ്പം ആ ഒരു സ്ഥിതിയാണിന്ന് കേരളത്തിൽ ഉള്ളത്. ഇന്നത്തെ ഈ സാഹചര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു പോരാളി എന്ന നിലയിലാണ് ഞാൻ RS ശശികുമാറിനെ കാണുന്നത്. ശശികുമാറിനെ വർഷങ്ങളായിട്ടറിയാം. കേരള സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനായി തുടങ്ങി അസിസ്റ്റന്റ് രജിസ്ട്രാറും ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാറായിരുന്നു. കുസാറ്റിലും കേരള യൂണിവേഴ്സിറ്റിയിലെയും സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഇപ്പം ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പത്രപ്രവർത്തകരെക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ശശികുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഉപകാരം നൽകാൻ വേണ്ടി ശ്രീ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഈ ഉപകാരം കൊടുക്കുന്ന ഗ്രന്ഥം മൻമോഹൻ വൈദ്യ എന്ന് പറയുന്ന നാഷണലിസ്റ്റിക് ലീഡറുടെയാണ്. വി ആൻഡ് ദ വേൾഡ് അറൗണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുമാണ്. പ്രണബ് മുഖർജി മുതൽ പല ആൾക്കാരെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആ ദേശീയ ഇതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ആ തരത്തിലുള്ള ലേഖനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ പുസ്തകം ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. ശ്രീ ഗോപിനാഥ്, എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ്, ആദരണീയനായ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാന്യതയെ ഗുരുജനങ്ങളെ, എന്ത് പറയണം, എവിടെ തുടങ്ങണം എന്ന് എനിക്കിപ്പോൾ അറിയില്ല. കാരണം ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ എവിടെ തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷനെ കുറിച്ചും നെറ്റിയെക്കുറിച്ചും എൻ്റെ സുഹൃത്ത് ശ്രീ ഗോവിന്ദാഥ് പറഞ്ഞപ്പോൾ മനസ്സിലായത്. എന്തായാലും ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിഷയം തന്നെ ഇന്ന് ചർച്ച ചെയ്യുവാൻ തയ്യാറായ നമ്മുടെ ഈ സമിതിക്ക് എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. ഞാൻ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ നമ്മുടെ അധ്യാപക സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവരൊക്കെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യേണ്ടവർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അപകടം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നിപ്പോൾ വരുമ്പോൾ തന്നെ എനിക്ക് വസ്തുത്തിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം കുറച്ച് ചുമയുടെ കിടക്കുക. ഇന്ന് തന്നെ ഞാനൊരു പോലീസ് കേസ് വാറണ്ടായി പോയതുകൊണ്ട് അതിൻ്റെ ജാമ്യം എടുത്തിട്ടാണ് വരുന്നത്. വാറണ്ടാണെന്നുള്ള കാര്യം പോലും എന്നെ അറിയിച്ചില്ല. കാരണം എന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി. നമ്മുടെ ഒരു മുൻ മന്ത്രിയുടെ ഭാര്യയുടെ നിയമനം കേരള സർവകലാശാലയിൽ നടത്തി. ആ നിയമനം തെറ്റാണ് എന്ന് പറഞ്ഞു പോയി എന്നുള്ളതാണ് ഞാൻ ഉൾക്കൊള്ളുന്ന സമിതി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിൻ്റെ പേരിലാണ് എനിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുകയും എനിക്ക് വാറണ്ടാകുകയും ചെയ്തത്. എന്തായാലും നമ്മുടെ തീരുമാനം പുറത്തു വന്നു. മീഡിയാസൊക്കെ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ വളരെ ഭംഗിയായി അത് മീഡിയയിൽ കൊണ്ടുവന്നു. അവരുടെ സർവീസിന് സ്വയം പിരിഞ്ഞു പോവുകയും ചെയ്തു. അത്രയും ഒരു ആശ്വാസമുണ്ട്. തൽക്കാലം വാറണ്ടായാലും ജയിലിൽ പോകാനും കുഴപ്പമില്ല. അത്രയും നല്ലൊരു കാര്യം ചെയ്തല്ലോ എന്നൊരു ആശ്വാസമാണ് എനിക്കുള്ളത്. കേരളത്തിലെ ഈ രാജ്യത്തായാലും ഒരു രാജ്യത്തിനെ തകർക്കാൻ ഏറ്റവും നല്ലത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. നമ്മുടെ വൈസ് ചാൻസലർ പറഞ്ഞ പോലെ കേരളം അങ്ങനെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മോശപ്പെട്ട സംസ്ഥാനമല്ല. വളരെ ഇത്രയും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ പ്രഗത്ഭരായ അധ്യാപകരും ഉള്ള ഒരു സ്റ്റേറ്റ് മറ്റൊരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വേദിയായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. അതിൽ വളരെ ദുഃഖമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളിലായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടുവന്നിരുന്ന
ആ ദുഃഖമാണ് ഇത്തരത്തിലുള്ള ഒരു വേദി ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. പ്രധാനമായിട്ട് മറ്റൊന്നുമല്ല, മുൻകാലങ്ങളിൽ, അതായത് കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇടതുപക്ഷ മുന്നണി തന്നെയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതും വർഷങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കൊണ്ടുള്ള മെച്ചം എന്താണെന്നും അതുവഴി എങ്ങനെ നമ്മുടെ രാഷ്ട്രീയമായി നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയെ വാർത്താമുക്കുമെന്നുള്ള കണ്ടുവരുത്തിയത് ഇടതുപക്ഷമാണ്. ഇക്കാര്യത്തിൽ വർഷങ്ങളോളം ഭരിച്ച കോൺഗ്രസോ UDF വളരെ പിന്നോക്കമാണ്. അവർക്ക് ഇതിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല. UDF ഭരിക്കുന്ന കാലത്ത് പോലും വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള LDF അല്ല, പ്രത്യേകിച്ച് CPM ആണ്. അതനുസരിച്ചുള്ളൊരു സംവിധാനം അവരോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊരു നിർദ്ദേശം കൊണ്ടുവന്നു, ഒരു സ്ഥാപനത്തിൽ ഒരു സംഘടന. നമ്മളെല്ലാം ആദ്യം കേൾക്കുമ്പോൾ വളരെ നന്നായിട്ട് തോന്നുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു സംഘടന, ട്രേഡ് യൂണിയൻ ആകട്ടെ, യൂണിവേഴ്സിറ്റികളിലാകട്ടെ, കോളേജിലാകട്ടെ, എല്ലാവരും ഒരു സംഘടന എന്ന് കൊണ്ടുവന്നത് കേരളത്തിൽ സംഘടന എന്ന് പറയുന്നത് SFI മാത്രമാകണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. മുൻപിരുന്ന ഗവൺമെന്റുകൾക്ക്, LDF ഗവൺമെന്റുകൾക്കൊന്നും അത് പ്രാവർത്തികമാക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയമില്ല. അത് അപകടമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2016 വന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റാണ് അതിന് അവർക്ക് പച്ചക്കൊടി കാട്ടിയത്. അവർ നടത്തിയ ആ ഉദ്യമമാണ് ഇന്ന് സർവകലാശാല ഇത്രയും തകർത്ത്. എനിക്ക് ഇപ്പോഴും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ സർവകലാശാല മേഖലയിലാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. സർവകലാശാലയിൽ മുമ്പിരുന്ന LDF ഗവൺമെന്റുകളും മുമ്പിരുന്ന വിദ്യാഭ്യാസ മന്ത്രിമാർക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സർവകലാശാലകളെ വൈസ് ചാൻസലർമാരെങ്കിലും ക്വാളിറ്റി ഉള്ളവരുണ്ടാകണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. കാരണം സർവകലാശാലകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ബഹുഭൂരിപക്ഷം ഇടതുപക്ഷമാകുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള വൈസ് ചാൻസലർമാരാകണമെന്നുള്ള ചിന്ത, വിദ്യാഭ്യാസം വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്ന ET മൂവീഷനാകട്ടെ, അതിനുശേഷം വന്ന MA ബേബിക്കാകട്ടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വളരെ സസൂക്ഷ്മം വീക്ഷിച്ചാണ്. ബേബിയുടെ കാലത്ത് നിയമിച്ച വൈസ് ചാൻസലർമാരും അതേപോലെ തന്നെ ET മൂവീഷൻ്റെ കാലത്ത് നിയമിച്ച വൈസ് ചാൻസലർമാരും എല്ലാവരും വളരെ വ്യക്തിത്വമുള്ളവരായിരുന്നു. ചിലപ്പോൾ ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാളാണെന്നുള്ള രാഷ്ട്രീയം ഉണ്ടാവാം. എനിക്കൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയം ഞാൻ കാണിക്കാറില്ല. ഡോക്ടർ അനന്തമൂർത്തിയെ നിയമിച്ചത് ഇടതുപക്ഷമായിരുന്നു ഗാന്ധി സർവകലാശാലയിൽ. കേരള സർവകലാശാല ഡോക്ടർ ഇക്ബാൽ ഒരു അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ അദ്ദേഹം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിലയിൽ ഒരു വലിയ വിജയമായിരുന്നു. അതേസമയം UDF നിയമിച്ചതിൽ വളരെ മോശപ്പെട്ട ചില വൈസ് ചാൻസലർമാരും ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് ഇവിടെയുള്ള സിൻഡിക്കേറ്റിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന, വിദ്യാർത്ഥി സംഘടനകളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന, അവിടെയുള്ള ജീവനക്കാരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് വൈസ് ചാൻസലർ ആയിരുന്നാൽ മാത്രമേ സർവകലാശാലയിൽ ഔട്ട് ഓഫ് ദി വേ ആയിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഈ ഗവൺമെന്റാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസ മേഖല രണ്ടായിട്ട് തിരിച്ചു. വർഷങ്ങളായിട്ട് മുണ്ടശ്ശേരിയുടെ നാൾ മുതൽ വിദ്യാഭ്യാസം ഒരു വകുപ്പായിരുന്നതിനെ 2 വകുപ്പായിട്ട് തിരിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. അതിൽ KT ജലീലിനെ അതിൻ്റെ മന്ത്രിയാക്കിയതോടുകൂടി ഭരണം മുഴുവനും ഈ പറഞ്ഞ സംഘടനകൾക്ക് വിട്ടുകൊടുത്തു. സർവകലാശാല നടന്നതെന്താണ്? ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ വകുപ്പിനെ 2ആയി മാറ്റിയതിന് ശേഷമാണ്. മുമ്പ് ഒരുപാട് പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. സർവകലാശാല തലത്തിൽ അധ്യാപകരെല്ലാം പീഡിപ്പിച്ച ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സംഘടന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പെൺകുട്ടിക്കുണ്ടായ ആത്മഹത്യാശ്രമമാണ്. ഞാൻ ഈ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നതാണ്. വർക്കലയുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി രാവിലെ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് MSc കെമിസ്ട്രിക്ക് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിൽ വരുന്നു 2017. ആ പെൺകുട്ടി പറഞ്ഞത് ഈ ഏറ്റവും നല്ല റേറ്റിംഗുള്ള കോളേജാണ്, എല്ലാ ലാബ് ഫെസിലിറ്റീസും ഉള്ള ഒരു കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ്. ശരിയാണ്, ഇത്രയും ലാബ് ഫെസിലിറ്റി ഉള്ള ഒരു കോളേജ് കേരളത്തിൽ മറ്റൊന്നും കാണത്തില്ല. അതെല്ലാം പരിശോധിച്ച് ഇവിടെ ഒന്ന് MScക്ക് അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് ഒരു ദിവസം പോലും ക്ലാസ്സിൽ പഠിക്കാൻ വയ്യ. രാവിലെ അവൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്ന് AK സെന്ററിൽ മന്ത്രിമാർ വരുന്നുണ്ട്, ആ പ്രസംഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഓഡിയൻസ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മുമ്പിൽ ധർണയുണ്ട്, സെക്രട്ടറിൻ്റെ മുമ്പിൽ ധർണയുണ്ട്. കുട്ടി പറയും ഞാൻ വന്ന് അതിന് വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മറുപടി, ഇയാൾക്ക് മാർക്കല്ലേ വേണ്ടത്, യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് സംവിധാനമുണ്ട്.
യൂണിവേഴ്സിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചാലും നിനക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചു തരും. പരീക്ഷ മാർക്കിന് വേണ്ടി വരാതിരിക്കേണ്ട, അത് ഞങ്ങൾ ഏറ്റു. ശരിയാണ്, അവർക്ക് മാർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആ കുട്ടി വീട്ടിൽ പോയില്ല. വീട്ടിൽ നിന്ന് അറിയുന്നത് രാവിലെ അവർ വരുമ്പം കാണുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിന്റെ ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ വലത് കൈത്തണ്ട മുറിച്ച് രക്തം വാർന്നു കിടക്കുന്ന പെൺകുട്ടിയാണ്. പെട്ടെന്ന് ആ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷെ കോളേജിൽ പെൺകുട്ടികളുടെ ഇടയിൽ വലിയ ശക്തമായ പ്രക്ഷോഭമുണ്ടായി. അതുവരെ സമരം ചെയ്യാത്ത പെൺകുട്ടി സമരത്തിനിറങ്ങി. അതേപോലെ ആൺകുട്ടികളുടെ ചേരിതിരിവുണ്ടായി. ആ ചേരിതിരിവാണ് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥന്മാരായി 1ാം റാങ്ക് 2ഉം 4ഉം റാങ്കുകൾ അവിടെയുള്ള കുട്ടികൾ കിട്ടിയതായിട്ടുള്ള കാര്യം പുറത്തു വന്നത്. കാരണം വ്യാജമായി ഉത്തരക്കടലാസ് നന്നാക്കി എഴുതി പോലീസ് ഓഫീസർമാരാകാൻ പോയവരും പോലീസ് ഓഫീസർ ആകാൻ പോകാത്തവരും തമ്മിലുള്ള സംഘർഷം കൊണ്ട് അക്കാര്യം പുറത്തു വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കുറെ സബ് ഇൻസ്പെക്ടർമാർ നമ്മുടെ മുമ്പിൽ വരുമായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ വീട്ടിൽ ചെന്ന് ഞങ്ങൾ കണ്ടപ്പോഴാണ് കേരളത്തിലെ സർവകലാശാലയിൽ നടക്കുന്ന ഭീകരമായ അവസ്ഥ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഓർഗനൈസേഷൻ രൂപീകരിച്ചു. ഉടൻ തന്നെ ജസ്റ്റിസ് പി കെ ശംസുദ്ദീൻ, നമ്മുടെ ഗാന്ധിയനായിട്ടുള്ള മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹം അധ്യക്ഷനായി ഒരു കമ്മീഷനെ നിയമിച്ചു. അതിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പഴയ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഡോക്ടർ തങ്കമണി, അതേപോലെ ഡോക്ടർ ജോർജ് തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന കമ്മിറ്റി തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങൾ, കണ്ണൂർ, അവിടെയുള്ള ഈ സ്ഥലങ്ങളിൽ വന്ന് തെളിവെടുപ്പെടുത്തി, കോളേജുകളിൽ പോയി തെളിവെടുപ്പെടുത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത്. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും വന്ന് പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ പല കോളേജുകളിൽ ചെന്നപ്പോൾ അവിടെ കാണുന്ന ഇടിമുറിയാണ്. പ്രിൻസിപ്പലിന്റെ അംഗീകാരത്തോടുകൂടി ഇടിമുറി കൊടുത്തിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ തെറ്റായി പ്രവർത്തിക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരിക്കുന്ന മുറിയുടെ പേരാണ് ഇടിമുറി. അവിടെ കണ്ട ആയുധങ്ങൾ, മാരകായുധങ്ങൾ, വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ, ഇതെല്ലാം കണ്ടു. ഈ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റികളും കോളേജിൽ എങ്ങനെയാണോ എന്ന് വെച്ചാൽ സുദീർഘമായ 400 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റ് കൊടുത്തു. അന്നത്തെ ചാൻസലറായിരുന്ന നമ്മുടെ ജസ്റ്റിസ് സദാശിവത്തിന് കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് കൊടുത്തു, വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. കൊടുത്തിട്ട് വർഷം 5 ആയി, അത് തുറന്നു നോക്കിയിട്ടില്ല. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, റാങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹോസ്റ്റൽ എങ്ങനെയാണെന്നുള്ളതിനെ ജസ്റ്റിസ് പി കെ ശംസുദ്ദീനും തങ്കമണി ടീച്ചർക്കെല്ലാം ദിവസങ്ങളിൽ ഇരുന്നാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് നിങ്ങൾ തുറന്നു നോക്കിയിരുന്നെങ്കിൽ സിദ്ധാർത്ഥിന്റെ അനുഭവം നമ്മുടെ നാട്ടിലുണ്ടാവില്ലായിരുന്നു. വളരെ സിദ്ധാർത്ഥിനെ കുറിച്ച് വളരെ വേദനയുണ്ട്. കാരണം ഞാൻ ഇന്നലെ നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീടിന് മുമ്പിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്. ആ വീട്ടിലെ സ്ഥിതി നമുക്ക് ചിന്തിക്കാൻ വയ്യ. നമുക്കൊക്കെ ആ അവസ്ഥ വന്നാലുള്ള അവസ്ഥ. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് കേരളത്തെ നമുക്ക് എങ്ങനെ മോചിപ്പിക്കാം? വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നടക്കുന്ന ഈ അപജയത്തിനെതിരെ വേണമെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാകണം. നിർഭാഗ്യവശാൽ അക്കാഡമിക് മേഖലയിൽ ഇരിക്കുന്ന പലരും ഭയന്ന് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരിൽ പലരും ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന സാധനങ്ങൾ കിട്ടുമോ, നാളെ വൈസ് ചാൻസലർ ആവാനൊക്കോ, സിൻഡിക്കേറ്റ് വരാമോ, ഫാക്കൽറ്റിയിൽ വരാമോ എന്നുള്ള ചിന്തയാണ്. യൂണിവേഴ്സിറ്റികളെ മുഴുവനും റിക്രൂട്ട്മെന്റ് ഓഫീസറാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരിക്കാൻ ഒക്കില്ല. പ്രത്യേകിച്ച് ഡോക്ടർ JV വിളനിലം എന്ന ഒരു വൈസ് ചാൻസലർ കേരള സർവകലാശാല ഇന്നും നമ്മുടെ മനസ്സുകൊണ്ട് ഞാൻ ആദരിക്കുന്ന, ഞാൻ എപ്പോഴും മനസ്സിൽ ഒരു ദിവസമെങ്കിലും ഡോക്ടർ JV വിളനിലത്തെ കുറിച്ച് ആലോചിക്കാനില്ല. കാര്യം കേരളത്തിൽ വന്നിട്ടുള്ള വൈസ് ചാൻസലർമാരിൽ ഇത്രയും ഗട്സോടുകൂടി അക്കാഡമിക് താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ച ഒരു വൈസ് ചാൻസലർ ആയിരുന്നു ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഡോക്ടർ JV വിളനിലം. അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും അറിയില്ല. അദ്ദേഹം ഇവിടെ വന്നപ്പോഴേക്ക് അന്ന് രാവിലെ അടുത്ത ദിവസം നമ്മുടെ ഇപ്പോഴും ഓർമ്മയുണ്ട്, വളരെ ചെറുപ്പമാണെന്ന് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് അദ്ദേഹത്തിന് ഒരു പരാതി കൊണ്ടു കൊടുക്കുന്നു. സാർ, യൂണിവേഴ്സിറ്റി പ്രോപ്പർട്ടി ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇതിന്റെ 40 സെന്റോളം ഭൂമി AKE സെന്ററിന് വേണ്ടി അളന്നെടുത്തേക്കുകയാണ്. AK ആന്റണി കൊടുത്ത ഭൂമിയുടെ ഇരട്ടിയിൽ കൂടുതൽ അളന്നെടുത്തേക്കുന്നു. അത് അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി മെഷർ ചെയ്യണമെന്നൊരു പരാതി കൊടുത്തപ്പോൾ അദ്ദേഹവും അങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഭൂമി അടക്കാനായിട്ട് അപ്പം തന്നെ പോയി ഉത്തരവിട്ടു. അടുത്ത ദിവസം
യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ചങ്ങലയുമായി AK സെന്ററിന്റെ പോയി. ആരെങ്കിലും പോവോ? അദ്ദേഹം അവർ പോയി പറഞ്ഞു VC അയച്ചതാണെന്ന് പറഞ്ഞു. അതേ എങ്ങനെയാണ് എഞ്ചിനീയർ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ആരോപണമായി അദ്ദേഹത്തിന്റെ ഡിഗ്രി വ്യാജമാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഡിഗ്രിനെ 2 ഡീലിറ്റും 3 PhD ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡിഗ്രിയോടൊപ്പം ശരിയാണ് സസെക്സ് എന്ന് പറയുന്ന UK യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിഗ്രി കൂടി ഓണററി ഡിഗ്രി കൊടുത്തുകൂടി അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിൽ വെച്ചിരുന്നു. പക്ഷെ ആ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി യൂണിവേഴ്സിറ്റിയെ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ള കാര്യം പിന്നീട് ഇറങ്ങിയപ്പോൾ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ഉള്ള ആളിനെയാണ് വൈസ് ചാൻസലർ ആക്കിയ ഈ സമരം എന്ന് പറയും. സമരത്തിന്റെ ഉദ്ദേശം അതല്ല, ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റണം. ഇങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നത് അപകടമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എതിരായിട്ട് വരുന്ന ആളാണ്ട് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ശക്തമായ സമരത്തിനെ നേരിടുന്നതിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് സർവകലാശാല മേഖല എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. യൂണിവേഴ്സിറ്റി നിയമമായാലും സിസ്റ്റമായാലും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആ നല്ലത് പകർന്നു കൊടുക്കണമെന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ ഇങ്ങനെയുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. ഡോക്ടർ JV വിളനിലം കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ കഴിഞ്ഞ 10-40 വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മൂവ്മെന്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗട്ട്സോടുകൂടി തൻ്റെടത്തോടുകൂടി തീരുമാനമെടുത്ത ഒരു വൈസ് ചാൻസലർ ഇപ്പോഴുള്ള കേരള വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ എന്ന് പറയാൻ ഞാൻ യാതൊരു മടിയില്ല. ഇന്ന് കേരളം അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ഞാൻ പറയട്ടെ, കേരളത്തിലെ എല്ലാ വൈസ് ചാൻസലർമാർ ഈ രീതിയിലാവണം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നന്നാവും, യാതൊരു സംശയമുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് അതാണ്. ഈ സിൻഡിക്കേറ്റും സെനറ്റും അക്കാഡമിക് കൗൺസിലും ഒക്കെ പൊളിറ്റിക്കലാ. ഞാനും അങ്ങനെ കയറിയ ആളാ. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലേ സിൻഡിക്കേറ്റ് വരാൻ പോകുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കോർട്ടിലൂടെ നോക്കും. അപ്പോ അവിടെ വൈസ് ചാൻസലർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ സർവകലാശാല നന്നാവും. അതിന്റെ തുടക്കമാണ് കേരള സർവകലാശാലയിൽ കാണുന്നത്. ഇന്ന് കേരളത്തിലെ സർവകലാശാലയിൽ ഞാൻ ഇടയ്ക്ക് പല ചാനൽ ചർച്ചയിലും പറഞ്ഞതാ, അവിടെ SSLC, അവിടെ സംസ്കൃത സർവകലാശാലയിൽ അറിയോ, സംസ്കൃത സർവകലാശാലയിൽ BA പാസ്സാകാത്ത ആളുകൾ MAക്ക് പഠിക്കുക. ഞാൻ വൈസ് ചാൻസലർ ചോദിച്ചോ പറയാണ്, അവര് BA ഈ MAക്ക് പഠിക്കുന്ന സമയം കൊണ്ട് BA പാസ്സായിക്കൊള്ളുന്നു. ഒരു വൈസ് ചാൻസലർ പറയുക. ഡോക്ടർ ധർമ്മരാജ് അദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തായ വൈസ് ചാൻസലർ പറയുക, MAക്ക് മുമ്പ് അയാളുടെ BA പാസ്സായാൽ മതിയെന്ന. ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. ഇങ്ങനെയുള്ള വൈസ് ചാൻസലർമാർ. അതേപോലെ മാർക്ക് ദാനത്തിന് ഗവൺമെന്റ് പരാതി കൊടുത്തതാണ്. കാരണം BTech തോറ്റ കുട്ടികൾ മുഴുവൻ BTech പാസ്സാകാൻ മോഡറേഷൻ കൊടുത്തത് അദാലത്ത് നടത്താൻ തീരുമാനിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാല എന്ത് കാര്യം? സർവകലാശാല കാര്യമുണ്ടെന്ന് ഇപ്പോൾ തെളിയിച്ചു. ഡോക്ടർ നമ്മുടെ മോഹൻ കുന്നുമേൽ സാർ ഉണ്ടായിരുന്നപ്പോൾ ഒരു സെനറ്റ് യോഗം ചേർന്നപ്പോൾ കണ്ടതാണല്ലോ. സെനറ്റ് യോഗത്തിന്റെ വൈസ് ചാൻസലർക്കല്ല വേറെ ആർക്കോട് അധികാരം, ആ കസേരയിരിക്കാൻ അധികാരമില്ല. അവിടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എന്ന് പറയാണ് ഞാനായിരിക്കും ഇന്ന് ചെയർ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ബോർഡായിട്ട് പറഞ്ഞു ഇത് നിയമപ്രകാരം ഇതിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ അടുത്ത കസേര കാണിച്ചു കൊടുത്തു, അതിലിരിക്കാൻ പറഞ്ഞു. എന്തായാലും ഭാഗ്യത്തിന് ഡോക്ടർ ബിന്ദു വന്നതുകൊണ്ട് കസേരയിലിരുന്നു. ചിലപ്പോൾ മറ്റേ വിദ്യാഭ്യാസ മന്ത്രി അയച്ചിരുന്നെങ്കിൽ എവിടെ ഇരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം, കസേര കിട്ടി. അപ്പൊ ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോർഡായിട്ട് നിയമമാടെടുത്തു കഴിഞ്ഞാൽ സർവകലാശാലകൾ മെച്ചപ്പെടും, യാതൊരു സംശയം വേണ്ട. ഇന്ന് സിദ്ധാർത്ഥിന്റെ അനുഭവം ഉണ്ടായപ്പോൾ സിദ്ധാർത്ഥിന്റെ അവിടുത്തെ വൈസ് ചാൻസലർ, അവിടുത്തെ ഡീൻ അവർ അല്പം കാര്യക്ഷമമായി കാര്യങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ മരണം സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ കുട്ടികളെ യൂണിവേഴ്സിറ്റിയിൽ അയക്കുന്നത്, ഹോസ്റ്റലിൽ അയക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ വൈസ് ചാൻസലർ നോക്കും, അവിടെ രജിസ്ട്രാർ നോക്കും, അവിടെയുള്ള വാർഡൻ നോക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എങ്ങനെ വിശ്വസിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളെ അയക്കാൻ കഴിയും? ഇവിടെ അതിനു വേണ്ടിയല്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിയമനം ലഭിക്കിട്ടാനുള്ള ഒരു വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കേരളത്തിലെ സർവകലാശാലകളിൽ മുമ്പ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ നമ്മൾ കണ്ടിരിക്കാം, രാഷ്ട്രീയ നേതാവാണ്, ഫുൾ ടൈം രാഷ്ട്രീയമാണ്, വലിയ വരുമാനമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യമാർക്ക് ഒരു ജോലി ഉണ്ടാകും. മിക്കവാറും ഈ കോപ്പറേറ്റീവ് ബാങ്കിലാണ്. കോപ്പറേറ്റീവ് ബാങ്കുകാർക്ക് മിക്കവാറും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ പഴയ ജയരാജന്മാരെയൊക്കെ ഭാര്യമാർ മാനേജർമാരായി.
കാര്യം കുഴപ്പമില്ല, രാഷ്ട്രീയക്കാരനാണ്, ഭാര്യയ്ക്കെങ്കിലും ഇല്ലെങ്കിൽ വീട്ടിലെ കുടുംബം പട്ടിണിയായി പോകുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളൊരു UMLA കണ്ടെത്തിയതല്ല. ഏറ്റവും നല്ല സൗകര്യം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാക്കുക എന്നുള്ളതാണ്. അവിടെ തുടങ്ങി യൂണിവേഴ്സിറ്റിയുടെ അപജയം. സർവകലാശാലയിൽ ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകരെ നിയമിച്ചതോടുകൂടി തന്നെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി കുട്ടികളില്ലാന്ന് പരിശോധിച്ചാൽ, പണ്ട് യൂണിവേഴ്സിറ്റി അധ്യാപകരെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊക്കെ വന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ സാറുകാർ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഞങ്ങൾ ഇന്ന് പ്രൊമോഷൻ ആണെന്നാണ് കരുതുന്നത്. കാരണം യൂണിവേഴ്സിറ്റി പോകുന്ന അത്രയും വല്ല മിഴുക്കര. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഈ MLA-മാരുടെ ഭാര്യമാരെ മുഴുവനും സർവകലാശാലയ്ക്ക് എത്തിക്കുക. കേരളയിൽ, ഗാന്ധിയിൽ, കണ്ണൂര്, കൊച്ചിയിൽ, എല്ലാ സർവകലാശാലയിലും. ആ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായിട്ട് കയറ്റുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനായിട്ടുള്ള 7 ലിമിറ്റിന് മുകളിലായിപ്പോയതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ കണ്ണൂർ അസോസിയേറ്റ് ആക്കി. കാരണം അസോസിയേറ്റിന് 50 കേസാണ്. എന്തായാലും 50 കഴിഞ്ഞ് നീ നേരിട്ട് പ്രൊഫസറാക്കുമായിരുന്നു. അതൊരു ഭാഗ്യം. അപ്പം അതിനെതിരായിട്ടുള്ള കേസാണ് നമ്മൾ കൊടുത്തത്. ആ കേസ് എന്തായാലും ഇപ്പോഴേ സുപ്രീം കോടതിയിലാണ്. 22-ാം തീയതി ഫൈനൽ ഹിയറിംഗ് ആണ്. തീർച്ചയായിട്ടും UGC പോലും നമുക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഗവർണർ അനുകൂലമാണ്. പക്ഷെ ഇതിനൊക്കെ സംഭവിച്ചപ്പോൾ ഞാൻ ഗവർണറെ ഇന്ന് പറയുമ്പോൾ ഇന്നലെ ഗവർണറെ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ വൈസ് ചാൻസലർമാരാക്കുന്നതിൽ ഒപ്പുവെച്ചു കൊടുത്ത ഗവർണർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് വൈകി മനസ്സിലായി. ഡോക്ടർ ഗോവിന്ദനെ വീണ്ടും പുനർനിയമനം കൊടുത്തോളം ഞങ്ങൾ നേരിട്ട് എന്നുകൊണ്ട് പറയും, സാർ കൊടുക്കരുത്, കേരളത്തിലെ സർവകലാശാല ഒന്നും പുനർനിയമനം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഏജ് ക്രോസ്ഡ് ആണ്. പക്ഷേ നിയമനം കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. അത് ശരിയാണ്, നിർബന്ധിതനായി ഞാൻ പറയുള്ളൂ. പക്ഷെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് സുപ്രീം കോടതി വിധിയിൽ വന്നത്. ഇന്ന് കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കാനായിട്ടുള്ള വിധിച്ചപ്പോൾ പരിശോധിച്ചപ്പോൾ വൈസ് ചാൻസലർമാരായ 11 പേരെയും പിരിച്ചുവിടേണ്ടി വന്നു. നമ്മുടെ ഡോക്ടർ മോഹൻ സാറിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ചട്ടവിരുദ്ധമായിട്ട് നിയമിച്ചതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ നിയമപ്രകാരം നിയമിക്കണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഗവർണർ കൈകൊണ്ടപ്പോൾ അടുത്ത തീരുമാനം അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് മാറ്റുക എന്നുള്ളതാണ്. ചാൻസലർ സ്ഥാനത്ത് മാറ്റിക്കഴിഞ്ഞ് ഉദ്ദേശിക്കുന്ന ആര് ചാൻസലർ ആക്കിയാൽ എന്ത് നടക്കും? അപ്പോൾ ഇവരുടെ ലക്ഷ്യം വൈസ് ചാൻസലറാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടത് VC മിടുക്കനാണോ, യൂണിവേഴ്സിറ്റി രക്ഷപ്പെടും. അപ്പോൾ യൂണിവേഴ്സിറ്റി മിടുക്കനെ VC ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം നടക്കില്ല എന്നുള്ള ചിന്തയാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റാൻ പ്രേരിപ്പിച്ചത്. അതിനെതിരായിട്ടുള്ള നമ്മൾ നടത്തിയ ശ്രമം ഒരു വരെ വിജയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വിജയിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ജനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ദുരന്തത്തിന് ഒരു കാരണമായത്. ഞാൻ പറയുമ്പോൾ എൻ്റെ മുമ്പ് ഇതാ ഡോക്ടർ തങ്കമണി ടീച്ചർ ഇരിക്കുന്നു. തങ്കമണി ടീച്ചർ ഇതിൻ്റെ ഒരു വ്യക്തിയാണ് യൂണിവേഴ്സിറ്റിയിലെ. തങ്കമണി ടീച്ചർ ബയോടെക്നോളജിയുടെ പ്രൊഫസർ ആയിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ബയോടെക്നോളജിയിലെ ഒരു വേക്കൻസി വന്നു ഒരു സ്റ്റുഡൻറ്റിൻ്റെ. അതിലേക്ക് അടുത്ത റാങ്കിൻ്റെ കുട്ടിയെ നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ സിൻഡിക്കേറ്റിലെ 2 അംഗങ്ങൾ എന്ന് പറഞ്ഞു സ്പോർട്സ് കോട്ടയിലുള്ളൊരു കുട്ടിക്ക് കൊടുക്കണമെന്ന്. അവിടെ സ്പോർട്സ് കോട്ടയില്ല. ആ സ്പോർട്സ് കോട്ടയിലുള്ള കുട്ടിക്ക് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേര് പിറ്റേ ദിവസം സമരം കഴിഞ്ഞതിന് ശേഷം ലാബ് തീയിട്ടതിന് ശേഷം സംഭവിച്ചത് എന്താ? സിൻഡിക്കേറ്റ് എൻക്വയറി കമ്മിറ്റി വിളിച്ചു കൂട്ടിയതിന് ശേഷം ആ ടീച്ചറെ ഡിസ്മിസ് ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ബയോടെക്നോളജി വന്നപ്പോൾ അവർ ഡിസ്മിസ് ചെയ്യപ്പെട്ടു. യൂണിവേഴ്സിറ്റി ഡിസ്മിസ് ചെയ്യുന്ന ആദ്യത്തെ അധ്യാപികയാണ്. ഞങ്ങൾക്ക് അപ്പോഴാണ് ബഹുമാനം തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അതിനെതിരെ പൊരുതണം. 7 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മുൻകാല പ്രാബല്യത്തോടുകൂടി അവരെ പ്രൊഫസറായിട്ട് തിരിച്ചടിക്കേണ്ടി വന്നു. ഈ രാജ്യത്ത് ഏത് ഹീനമായ പ്രവൃത്തിയിലൂടെയും ആരെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആവരുത് വിദ്യാഭ്യാസം രാഷ്ട്രീയം പാടില്ല. വിദ്യാഭ്യാസം നിഷ്പക്ഷമായിരിക്കണം. നമുക്ക് മറ്റ് എല്ലാ മേഖലയും രാഷ്ട്രീയമാവട്ടെ. രാഷ്ട്രീയത്തിനെ വിദ്യാഭ്യാസത്തിന് മാറ്റി നിർത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. അതിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികളെന്ന് ഞാൻ പറയില്ല, വിദ്യാർത്ഥി തൊഴിലാളികൾ. കാരണം ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കും, 3 വർഷം കഴിയുമ്പോഴത്തേക്കും അഡ്മിഷൻ എടുക്കുക അടുത്ത കോളേജിൽ. അങ്ങനെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ പേരെടുത്ത് പറയാം, ഈ ആർഷോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ഉണ്ട്. അയാൾക്ക് 33 വയസ്സായി. ഇപ്പോഴൊരു 3-ാം വർഷം BA പഠിക്കുകയാണ്. അയാളെ പഠിപ്പിക്കുന്ന അധ്യാപകന് 20 വയസ്സേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള മഹാരാഷ്ട്ര കോളേജിലെ അധ്യാപകന്മാർ അയാൾ കിട്ടിയ മാർക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി.
അയാൾക്ക് 1-ാം വർഷം എല്ലാത്തിനും 100 മാർക്കാണ്. ഒരു ദിവസം പോലും ക്ലാസ് വന്നിട്ടില്ല. അറ്റൻഡൻസിന്റെ മാർക്ക് ഉൾപ്പെടെ ഫുള്ളാണ്. ഈ കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് തെറ്റാണെന്ന് കൗൺസിൽ പറഞ്ഞതിന്റെ പേരിൽ ആ അധ്യാപകൻ ഇന്നലെ പോളിടെക്നിക്കിലേക്ക് മാറ്റി. കാരണം ആർട്സുകളുടെ ഉത്തരവാണ്. ആർട്സ് എന്ന് പറയുന്ന അയാൾക്ക് മലയാളത്തിന് എങ്ങനെ 100-100 കിട്ടി? നമ്മൾ ഈ ഫിസിക്സിനോ അല്ലെങ്കിൽ മാത്സിന് ചിലപ്പോൾ 100 മാർക്ക് കിട്ടാം. മലയാളം എത്ര എഴുതിയാൽ 60-70 കൂടി കിട്ടില്ല. 100-100 മാർക്ക്. കഴിഞ്ഞ പരീക്ഷ എന്താ വന്നത്? ജയിലിലെ ഇന്ന് പരവല്ലോ എഴുതിയതാ 0. പരവല്ലോ കഴിയുമ്പോൾ പോലീസുകാരന്റെ സ്ഥാനത്ത് എഴുതിയപ്പോൾ 0 മാർക്ക്. ഇയാൾ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഇയാൾ അവിടെ നിന്ന് MA പാസ്സായി ചിലപ്പോൾ PhD എടുത്തിട്ട് അവിടുത്തെ അധ്യാപകനായിക്കൂടാന്നില്ല, അല്ലെങ്കിൽ നാളെ വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൂടാന്നില്ല. ഈ നിലയിലേക്കാണ് കേരളം പോകുന്നത്. അപ്പൊ ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അവസാനം ഇപ്പൊ നടന്ന യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന ഈ യുവജനോത്സവം, ഞാൻ ചിന്തിക്കരുന്ന അവസരത്തിൽ പറയുന്ന കാര്യമാണ്. ഈ യുവജനോത്സവത്തില് ഈ മാർക്ക് ഗ്രേസ് മാർക്ക് നിർത്തലാക്കണമെന്നാണ് പറയുന്നത്. കാരണം ഗ്രേസ് മാർക്ക് എന്ന അട്രാക്ഷന്റെ പേരിലാണ് ഈ സമരം മുഴുവൻ നടക്കുന്നത്. കാര്യം യൂണിവേഴ്സിറ്റി കോളേജിലുള്ള എനിക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവനും ഗ്രേസ് മാർക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഗ്രൂപ്പിൽ കയറ്റുക. അവർക്ക് 1-ാം സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക. ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ 6% മാർക്കാണ്. അപ്പം സോളോയ്ക്ക് 6 കൊടുക്കാം, ഗ്രൂപ്പിന് 6 കൊടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികൾ കാണും. യുവജനോത്സവത്തിന്റെ ചാർജ് വഹിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇതിന്റെ കൂടെ 5 പേരുടെ പേരൂടെ എഴുതി 15 പേർക്കും ഗ്രേസ് മാർക്ക് കിട്ടുക. ഇതിനു വേണ്ടിയാണ് യുവജനോത്സവം നടത്തുന്നത്. യുവജനോത്സവം നടത്തുമ്പോൾ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കണം. അവിടെ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർ വേണം, യൂണിവേഴ്സിറ്റി അധ്യാപകർ വേണം. പക്ഷേ നിർഭാഗ്യവശാൽ പൂർണ്ണമായും അതിനെ യൂണിവേഴ്സിറ്റി യൂണിയൻ വിട്ടുകൊടുത്തപ്പോൾ കേരളത്തിലെ 5 സർവകലാശാലയിലും പ്രധാനമായി നടത്തി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഇതേ തട്ടിപ്പ് തന്നെയാണ് നടത്തുന്നത്. ഗ്രേസ് മാർക്കിന് വേണ്ടി അതിൽ പണം വാങ്ങുന്നുണ്ട്. ആ പണം വാങ്ങുന്നതിന്റെ ചില കേന്ദ്രങ്ങളുണ്ട്. ആ പണം വാങ്ങിച്ചതിന് ശേഷം ഫോൺ ചെയ്ത് പറയും, കാരണം ജഡ്ജസിനെ നിയമിക്കുന്നവരാ. പക്ഷേ നിർഭാഗ്യവശോ ഭാഗ്യവശാലോ ഈ പാവപ്പെട്ട ഒരു ജഡ്ജി ഇവിടെ വന്നപ്പോൾ അയാൾ ഇവർ പറഞ്ഞവർക്ക് മാർക്കിട്ട് കൊടുത്തില്ല. അതാണ് അയാൾ പീഡിപ്പിക്കപ്പെട്ടതും അയാൾ ആത്മഹത്യക്ക് വഴിയൊരുക്കിയതും. ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കണ്ടേ? ഇത് നിയന്ത്രിക്കണമെങ്കിൽ സർക്കാർ തന്നെ തയ്യാറാവണം. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് നമുക്ക് ഈ രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്താൻ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ എന്നുള്ള യാതൊരു സംശയം വേണ്ട. ഇല്ലെങ്കിൽ നമ്മൾ തകരും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികളെ ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തേക്ക് വയ്ക്കുന്നത്. പണമുള്ളതുകൊണ്ടല്ല, കേരളത്തിൽ പഠിച്ചാൽ അവർ രക്ഷപ്പെടത്തില്ല. അറിയാമോ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഇന്നലെ എന്നെ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്, സാർ യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ ഇപ്പോൾ ഇന്റർവ്യൂയിലൂടെ എടുത്ത അധ്യാപകരില് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞതാ. ആ അധ്യാപകൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഡോക്ടർ അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കർ സാറിനെ പോലത്തെ വളരെ പ്രഗത്ഭന്മാരായ പ്രൊഫസർമാരിരുന്ന ആ സർവകലാശാലയിലെ ഒരു അധ്യാപകൻ ഇംഗ്ലീഷിന് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം എഴുതിയ പ്രൊഫസർ 2 F ആണ് പ്രൊഫസർ. ഞാൻ വെറുതെ 2 മിനിറ്റ് എനിക്ക് കമ്മിങ് ഇൻ COM 2 M. അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം പറയും സാറ് എഴുതിയ തെറ്റാണല്ലോ. അപ്പോൾ മറ്റു കുട്ടികൾ ദൈവം പറയരുത്, നമ്മുടെ ഇന്റേണൽ മാർക്ക് പറയും. ഇത് സൂചിപ്പിച്ചാൽ മാർക്ക് ആ കുട്ടി പറയും എന്റെ ഇന്റേണൽ പോയാലും കുഴപ്പമില്ല, ഞാൻ പറയുമെന്ന രീതിയിൽ ആ കുട്ടി എഴുതി പറയും സാർ ഇത് തെറ്റാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് പ്രൊഫസർ എന്ന് മനസ്സിലായല്ലോ, ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. കേരളത്തിലെ സർവകലാശാലയുടെ അവസ്ഥ ഞാൻ പറയുന്നത്, കേരള യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ സർവകലാശാല ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി UGC ആണ്. 2010 റെഗുലേഷൻ ഉണ്ടായിരുന്നപ്പോൾ ആ റെഗുലേഷൻ അനുസരിച്ച് കൃത്യമായിട്ട് ഇന്റർവ്യൂ നടത്തി വൈസ് ചാൻസലർമാർക്ക് ക്വാളിറ്റിയുള്ള ആൾക്കാരെ വൈസ് ചാൻസലർമാരെ എടുക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഡോക്ടർ കുന്നുമേൽ സാർ ഇവിടെ വന്ന് ഇന്റർവ്യൂ നടത്തിയാലും സ്ഥിതി ഇതിൽ നിന്ന് മാറാൻ നോക്കില്ല. കാരണം ആ രീതിയിലാണ് പുതിയ പാറ്റേൺ UGC ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ടായിരിക്കും ഇന്റർവ്യൂ നടത്താത്തത്. കാര്യം അതേ അക്കാഡമിക് മാർക്ക്, നമ്മുടെ ഈ ടീച്ചിങ്ങിന്റെ മാർക്ക്, ഈ JRF, നെറ്റിന്റെ മാർക്ക്, പബ്ലിക്കേഷന്റെ മാർക്ക്, ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ മാർക്ക്, അതിന് 20 മാർക്ക് ഇന്റർവ്യൂവിനുള്ളൂ. അതിന് പകരം 2010 റെഗുലേഷൻ മാറ്റിയിട്ട് 2018 റെഗുലേഷൻ UGC പുതുതായിട്ട് നടപ്പിലാക്കിയപ്പോൾ കട്ട് ഓഫ് മാർക്ക് വെച്ച് കുട്ടികളെ ഇന്റർവ്യൂ വിളിച്ചു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് മാത്രം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആരെ വേണമെങ്കിലും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന സ്ഥിതി വന്നതുകൊണ്ടാണ് ഈ നേതാക്കന്മാരുടെ ഭാര്യമാർ മുഴുവനും ഇന്ന് കോളേജിൽ കയറിയത്. നമുക്ക് കോടതി
കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കോടതിക്ക് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ അവിടെ നിൽക്കത്തില്ല, അവർക്ക് പറ്റില്ല, അക്കാഡമിക് തീരുമാനമാണ്. അപ്പോൾ ഈ രീതിയിലാകിയത് UGC കൈക്കൊണ്ട തെറ്റായ തീരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ അധ്യാപക നിയമനം മെച്ചപ്പെട്ടാൽ സർവകലാശാല മെച്ചപ്പെടും. വൈസ് ചാൻസലർമാർ ക്വാളിറ്റി ഉള്ളവരായാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടും. UGC ചെയ്യേണ്ടത് ഈ റെഗുലേഷനിൽ അടിയന്തരമായ മാറ്റങ്ങൾ വരുത്തണം. ചാൻസലറായി ഗവർണർ തന്നെ തുടരണം. അതിനു വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ, ഇപ്പോഴത്തെ ഗവർണർ നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹത്തിന് സർവകലാശാല മെച്ചപ്പെടണം എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന പോലെ ഇത്രയും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഞാൻ വേറെടുത്തും കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പ്രയോജനമില്ല. ആ നല്ല കുട്ടികളെല്ലാം പുറത്തു പോവുക. ആ അവസ്ഥ മാറ്റിയെടുക്കാനായിട്ടും സർവകലാശാലകൾ മെച്ചപ്പെടാനായിട്ട് നമുക്ക് ഒന്നിച്ചെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ്. ഞങ്ങൾ നിയമപരമായ കുറച്ച് ഇഷ്യൂസ് മീഡിയയിൽ കൂടെ കൊണ്ടുവരും, കേസ് കൊടുക്കും. കേസ് കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. കേസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ചില കേസുകളിലൊക്കെ ഇപ്പോൾ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജഡ്ജസ് ഈ കോടതിയെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള ബോധമുള്ള കുറേ ജഡ്ജസ് എങ്കിലും നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ട്. ഞാനൊരു വ്യക്തിമാണ്. ലോകായുക്തയിൽ ഞാനൊരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ലോകായുക്ത അവസാനം എന്നെ പേപ്പട്ടി എന്ന് വരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. കാരണം തെറ്റ് പറഞ്ഞതിനാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ആ ലോകായുക്ത എന്താണെന്നുള്ള കാര്യം ജനത്തിൻ്റെ വീട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോകായുക്തയിൽ കേസൊന്നുമില്ല. 1200 2000 കേസുണ്ടായിരുന്ന ലോകായുക്തയിൽ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ടോട്ടൽ ഈ വർഷം 120 കേസാണ്. ലോകായുക്ത എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വെള്ളാനയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശക്തമായി നിൽക്കുമ്പോൾ ഇപ്പോൾ വിധിന്യായം പറയുന്നതിൽ ഹൈക്കോടതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെ പരമാവധി ഉപയോഗിക്കത്തക്ക ലീഗലായിട്ട് നീങ്ങണം. നമ്മൾ ശബ്ദം വയ്ക്കേണ്ടത് ഒച്ച വയ്ക്കണം. സമരം ചെയ്യേണ്ടത് സമരം ചെയ്യണം. ജനശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നാൽ ഒരു പരിധിവരെയെങ്കിലും, പൂർണ്ണമായും അല്ലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കാൻ ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒന്നും കാണാതിരിക്കുന്നവരല്ല, പ്രതികരിക്കുന്നവരാണെന്നൊരു ബോധം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി കൂട്ടായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പറയുന്നു വെറുപ്പും അക്രമവും ഉപേക്ഷിച്ചുള്ള സംവാദങ്ങൾ, ക്യാമ്പസുകൾ സംവാദങ്ങളൊക്കെ എന്ത് കാണണം. പണ്ടൊക്കെ ക്യാമ്പസാണ് ഏറ്റവും വലിയ സംവാദം കേന്ദ്രം. രാഷ്ട്രീയം വേണം. ഞാൻ ക്യാമ്പസിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള കാരണമല്ല, രാഷ്ട്രീയം വേണം. കാരണം വിദ്യാർത്ഥികൾ വോട്ടവകാശമുള്ളവരാണ്, അവർക്ക് രാഷ്ട്രീയം വേണം. പക്ഷേ ക്രിയാത്മകമാവണം, അക്രമാസക്തമാവരുത്. അങ്ങനെ നന്നായാൽ തീർച്ചയായിട്ടും ക്യാമ്പസുകൾ നന്നാവും, സർവകലാശാല നന്നാവും, ഉന്നത വിദ്യാഭ്യാസ മേഖല നന്നാവും. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ എന്തെല്ലാം ചെയ്യാനൊക്കും അത് നമ്മുടെ ഓർഗനൈസേഷനും മുൻകൈ എടുക്കണം. ഞങ്ങൾ ഈ ഓർഗനൈസേഷനൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കു ചുരുക്കുന്നു. ജയ് ഭാരത്. ചർച്ച അല്ലെങ്കിൽ ചോദ്യോത്തരം. ഞാൻ ആദ്യം തന്നെ ഡോക്ടർ തങ്കമണി ടീച്ചർക്ക് മൈക്ക് കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെ ഒരു നീറുന്ന ഓർമ്മയാണ് ടീച്ചർ നടത്തിയ ഫൈറ്റ്. അവിടുന്ന് നമുക്ക് തുടങ്ങാം. I think GK have been very, very naughty, I must say. You know, they were actually discussing one such very, very tough problem which had happened, or rather a corruption problem. And he had invited me several times to come to Janam. And, you know, I had to decline it because the explanation that I gave, or the excuse I gave to him, was that, you know, I have had enough in my life in the University of Kerala, 20 years gone, and at least now let me be peaceful. I am sorry, I have so much to tell you, and I had given such a detailed WhatsApp in reply. And I said, I'm sorry, I won't come. He said, see, Sasikumar is there for you to support you, so why don't you come over? I think now he has actually taken revenge against me, I must say, by asking me to say something. First of all, let me congratulate our present Vice Chancellor. I think he has been able to initiate something which may or may not work. I really do not know. I wish him all the best. Yeah, especially when he says that he comes from a health university, where everything apparently are healthy.
because that is how it has been formulated. He is lucky. Because I am also a product of a health university, or rather a very great national institute, JIPMO Pondicherry. I did my medical microbiology from there. So I know how a medical college, an ideal medical college works, a health university works. You know, from even when we start from the hostel, you will not believe, way back in 1971, we were supposed to only whisper. You can't put up, you know, you have to put up your hair. You can't be like Malayalis, you know, putting out your hair. And then you cannot wear ornaments. You cannot be putting even flowers on in the sink. You are going to see the patients. You have got to be a part of them. This is the kind of discipline we had. And when you go to the anatomy laboratory, when there is a cadaver there, you have to, even today I'm telling you in 71, you know, without my eyes welling up, I cannot remember that moment. That I'm just telling you what is the kind of discipline that we had. I had done my BSc in Maharaja's College of Ernakulam. I never knew, being a Cochinate, what is politics. Because my father was from the army, my brother also was in the Army Medical Corps, he was a colonel, a surgeon. So, you know, we grew up in a totally different environment. My father used to say that on the Independence Day, on the Republic Day, my God, we have to simply keep quiet. At 4 o'clock, he will wake up all of us. We got to have our bath and this and that, and listen to, we were glued to the Bush radio to, you know, listen to the Republic Day parade, or, you know, the address of the President and the Prime Minister on the Independence Day. So we respected everything around us. That is how we were taught, that is how we were groomed. And that is how I have been. So for that kind of a person, after BSc, when I went to MSc, again, JIPMO, it was again great, great. I cannot point out another medical college or another institution in India which is on par with JIPMO Pondicherry, I'm telling you. And when we went to the anatomy hall, I'm sorry if I'm taking too much of time, because he invited me, I thought I must pour out whatever I have, because it's such a contradiction between Kerala and, you know, the other places. So what happened was, the anatomy hall is so huge. There are so many cadavers on the trolley, on the dissection table. And each body was given to 4 students. We were 4. There were 3 boys and 1 girl. And what happened was, Professor Mitra, again, they're all world-renowned. All of them were from Oxford or Cambridge and Harvard and this and that. We never had any teachers who had qualified from India. That was the standard. You know, he just sits at one particular point, very strategic, I'm telling you, like the forces, wherein he can see all the 50 cadavers and all the students who are there, you know, both the medical students and the paraclinical. And suddenly, he never talks. He never talks, nobody talks, we only whisper in the corridors. So he just put out his finger like that, and he was, you know, pointing to one of us, and he just said, you know, come out. My God, each one of us was shuddering. We didn't know what we had done and who has done it and what is the wrong. Anyway, he just kept on keeping his finger like that, and ultimately each one of us were praying that it should not be me. Anyway, I was happy. It was on Mr. Raja, who was my colleague or classmate. He knew it was him. And then he just said, that's all. He showed us the door, and that boy has to simply go. And we start at 6:30 in the morning, and we go on up to 12 at night. That was the kind of routine we had. So this boy went out, and he had to stand 4 hours dissection. So at 12 o'clock, Professor Mitra just walks out and he goes to the room. Again, you know, it was so strange. We didn't know. We never had the guts to ask. But anyway, I told Raja. Raja said, Thangamani, please come along with me. I don't know what to do. I said, okay. The day, you know, it was not this Thangamani. I was a very, very timid person. People had never heard my voice. They never knew who I was, what I was. So I accompanied him, and I knocked at the door. I asked, sir, can we come in? He said, yes. I said, Raja also is there. Yes, he said, come in. Then that's all. We were again dumb, deaf. I don't know, mum. Then I said, sir,
We just want to know what is the wrong that we have done and we would like to apologize. So he said, still you don't know what you have done? We said, sorry sir, we don't know what we have done. So what he said, without tears, I cannot remember. I am 73 today, I am telling you. He said, if it were not for the cadaver, if only the relatives had not sacrificed. Those days it was enough, if you had 1 rupee, you could either cremate or bury or whatever it may be. They were so poor, they never took the body away. They have given it to you for study. Without that, you are nothing. You are nothing. So please, it is God sent, it is God given. So please look at it and then hereafter never repeat it so long as you are alive. And also tell your colleagues or students or whoever it may be, wherever you are working, this is the way to behave as a human being. Thank the souls. Even when you go to the pathology museum, it's written there. If the mother had not sacrificed, it is abortions, natural or otherwise, whatever it may be. At that time only we could see, So what I am trying to say is that was the kind of Thangamani who had entered Department of Biotechnology. And whatever R.S. Sasikumar said, 100% true. Okay, I was not used to this kind of hooliganism. And the department was burnt down because rank number 6, we had only 6 seats. There were only 6 seats, the rank number 6, who had the highest mark, 87%, he was asked to go, and the rank number 174, I was forced to take in. Anyway, we Thangamani cannot do it. I just told the Vice Chancellor, I'm sorry, how does it come in the picture at all? He said, no, he is an SFI student, so he has to be taken. I said, then you should have had the guts to advertise that SFI students will be first admitted. I don't mind. I don't mind. You put an advertisement and then you do it according to that. Then he said it comes under sports quota. Suddenly, And another person who was in the syndicate member, I don't want to mention names, RS knows, everybody will know. He called me up. He was in the syndicate and he said, before I reach Alapi, you will be able to now know. I'm crossing Karivattam. Before I reach Alapi, you should have taken in that boy. I said, you reach Alapi or you don't reach, so long as it is Vaidyanatha Iyer, Thangamani and Harikumar, I'm sandwiched between 2 great men. I see there is no question of taking him, that's all. Then they started, all sorts of hooliganism. They set my department on fire. They tried to kill me so many times. They even cut open the, the petrol tank of my car. At 12 o'clock I was going there, so many things happened. So now what I am trying to say is that in a very, very humble manner to the Vice Chancellor, I really do not know how you will cleanse the system. Only Ma Ganga will have to come down from Shiva, stop, and then try to do. Because every person, every bit of sand there, it is criminally politicized. We are going to have many more Siddharth, because Yama has not, written the date for me. Otherwise, Thangamani also would have been another Siddhartha. All that I am saying is that, I don't know, because though R.S. Sasikumar was saying that the BC should be strong, I will apologize, I don't imply anything. I feel that if your superiors have a character, because for him, he has got a great governor as a chancellor. His mastery over Upanishads and Vedas, he is practicing Bhagavad Gita. I am telling you, it's only because we have a superior who has a character. At the age of 38, he gave up his MPship or ministership, whatever it may be, in the Shah Banu case when Rajiv Gandhi was the Prime Minister. He resigned. Can you imagine? It is that kind of a governor that we have. So if we have that, and because I'm just elder to the Vice Chancellor, I'm just telling you as a brother, I must say, please try to find out, even in Kerala University, all the departments, are the heads of the departments
age, when they become, eligible for retirement, or when they reach 60, are they retiring? No. No. All of them are people of excellence, scientists of emeritus professors. You can, count. At 60, nobody retires. Nobody leaves. I don't think after me or before me, because the last 10 years or 5 years are actually used to find out how to make a room into a center. Every department has got a center, and center becomes fully autonomous. They are bigger than the departments. You get the designation that you are directors, you can do anything. Sir, please find out how many such emeritus professors are there, and what is happening to the posts. Nothing is getting filled as per norms. I am talking about the last 20 years. I'm not just talking about yesterday or anything. And then it should be properly advertised, because all the CPM, SFI people, DFI, all the political criminals get into the department on contract basis. And we never know. After 1 or 2 years, all the past service will be taken into account, and suddenly they become associate professors. And people who do not know, like he was saying, who do not know the spelling and this and that, I am telling you, they are emeritus professors. Okay. So a lot has to be done. I really do not know how far you will. Thank you, Kunnummal ma'am. She has given a clear picture of what is happening from the bird's mouth. We have heard it, what she has experienced. Is a question, coming on, Question ആർക്കെങ്കിലും? Let me introduce myself as Sanal Kumar, who studied at Karyavattam University campus during 1987. My friend and my classmate Harish is also along with me. See, I had seen Professor Thangamani there during that time, and I was a student of Dr. J.V. Velamilam. We know the whole ecosystem. I know Mr. R.S. Sasikumar. Some 25-30 years back, I had approached him with an issue. He had taken up, I presented him with submitted an issue, and he had taken, and he had ensured that issue reaches a logical conclusion. A professor playing partisan politics or showing partisanship to a student, and he did it very well. So, as a person who has taken 2 postgraduate students from Kerala University, I have a sentimental attachment towards Kerala University, and Kerala University, as Professor Dr. Mohan Kunnummal has rightly said, Albert Einstein Vice Chancellor ആയിട്ട് കൊണ്ടുവരാൻ പഴയ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ശ്രമിച്ച ഒരു യൂണിവേഴ്സിറ്റിയുടെ അപചയത്തിന്റെ നാള് നമുക്കിനി എണ്ണാൻ പറ്റത്തില്ല. It has reached such a fathom. അത്രത്തോളം താന്നു കഴിഞ്ഞു. ഇന്നത്തെ ലേറ്റസ്റ്റ് ഇൻസിഡന്റ് യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന് 1ാം സമ്മാനത്തിന് കോഴ വാങ്ങിക്കാൻ SFIക്കാർ ഇടനിലക്കാരായി നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥന്റെ കുടുംബവുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. So what I suggest is that this is an Aegean stable, and we need a Hercules to cleanse this system. ഇത് എന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ 40 സെന്റ് സ്ഥലം, 38 സെന്റ് സ്ഥലം എന്നാണ് എൻ്റെ ഓർമ്മ, പഴയ ഗ്യാസ് ഹൗസ് ആയിട്ട് കിടന്ന സ്ഥലം AK ആന്റണിക്ക് സുഗമമായി ഭരിക്കുവാൻ വേണ്ടി, ഞാനിത്ര രാഷ്ട്രീയം പറഞ്ഞോട്ടെ, I just want to hit the nail on the head itself. AK ആന്റണിക്ക് സുഗമമായി ഭരിക്കുവാൻ വേണ്ടിയാണ് അന്ന് ഈ പറയുന്ന 38 സെന്റ് സ്ഥലം, കേരള യൂണിവേഴ്സിറ്റിയുടെ ഗ്യാസ് ഹൗസ് കിടന്ന സ്ഥലം എടുത്ത് AKG സെന്ററിന് കൊടുത്തു. അവരെ എൻകറേജ് ചെയ്ത് പിടിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്, സാറ് നേരത്തെ പറഞ്ഞു UR അനന്തമൂർത്തി വിളഞ്ഞതെന്നൊക്കെ പറഞ്ഞു, അവസാനം ഇപ്പം മഹേശ്വരൻ പിള്ളയിൽ എത്തിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറിന് ഒരു കത്ത് ഇംഗ്ലീഷിൽ 4 വരി എഴുതാൻ അറിഞ്ഞൂടാത്ത ഒരു വൈസ് ചാൻസലറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 സജഷനാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അധ്യാപകരുടെ രാഷ്ട്രീയം അത് മതിയാക്കിയേ മതിയാവുള്ളൂ. ഒന്ന്. രണ്ടാമത്, ഈ കോളേജുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അത് ഒരു എൻട്രൻസ് ബേസ്ഡ് ആയിരിക്കണം. കാരണം കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെയും കേരളത്തിൽ നിന്ന്
ഇഷ്ടം പോലെ മാർക്ക് 100 മാർക്കും കൊടുത്ത് ഇന്നിപ്പോൾ ഏതോ യൂണിവേഴ്സിറ്റി 310 മാർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ആ മാർക്കും വാങ്ങിക്കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഡൽഹി ലേഡി ശ്രീറാം കോളേജിലും അഡ്മിഷൻ വാങ്ങിക്കുന്ന ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ഒരു എക്കോ സിസ്റ്റം കണ്ടാമിനേറ്റഡ് ആക്കി. അതിനെ തുടർന്ന് അന്നത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി JNU ചെയർമാൻ JNU വൈസ് ചാൻസലർ ജഗദീഷ് കുമാർ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ UGC ചെയർമാൻ. അദ്ദേഹം അവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാ കോളേജിലും എൻട്രൻസ് ആക്കി. അതോടുകൂടി ഇവിടുന്ന് ഈ ഇടതുപക്ഷ എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവിടത്തേക്കുള്ള ഇൻഫിൽട്രേഷൻ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവിടെയും നടപ്പിലാക്കണം. അതുപോലെ തന്നെ ചില കോഴ്സുകൾക്ക്, ഫോർ എക്സാമ്പിൾ ഫിലോസഫി, ഇസ്ലാമിക് ഹിസ്റ്ററി, I don't know nothing against Islamic history or people studying Islam or Islamic history. പക്ഷെ ഇങ്ങനെയുള്ള ഈ കോഴ്സുകളിലാണ് ഈ പറയുന്ന അൺവാണ്ടഡ്, അൺവർത്തി ആൻഡ് അൺഡിസൈറബിൾ എലിമെന്റ്സ് മുഴുവൻ കയറുന്നത്. അവർ കയറിയിട്ടാണ് ഈ കോളേജിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ എക്കോ സിസ്റ്റം കണ്ടാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോഴ്സുകൾക്ക് അറ്റ്ലീസ്റ്റ് ഫിലോസഫി അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെക്കണം. നമ്മൾ ആർക്കിടെക്ചറിന് ഒരു എൻട്രൻസ് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെക്കും. ഇത് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ വന്ന് പഠിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആശ്വാസമെങ്കിലും ആകും. അല്ലാതെ ഇപ്പം ഈ ഗവർണർ പോയി കഴിഞ്ഞ് വേറൊരു ഗവർണർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഒരു മുൻ ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്ത ആള് ഗവർണറായിട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു. നേരത്തെ സാറ് പറഞ്ഞു ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു, അദ്ദേഹം അത് തുറന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള കമ്മിറ്റ്മെന്റ്. എവരിബഡി വാണ്ട്സ് ടു എന്താണ് വാം ദ ചെയർ, അത്ര മാത്രമേ ഉള്ളൂ. ആ ചെയർ വാം ചെയ്യാൻ പോവുക, അല്ലാതെ ആർക്കും ഇതിനോട് യാതൊരു പ്രതിപത്തിയും ഇല്ല. പിന്നെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇപ്പോഴിത് നന്നാക്കിയില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗോഡ്സിന്റെ ഓപ്പർച്യൂണിറ്റി. കാരണം ഇപ്പം ആ സിദ്ധാർത്ഥന്റെ മരണം, ഈ പറയുന്ന ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ 3-4 ദിവസത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടാൻജിബിൾ ആയിട്ടുള്ള നീക്കം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ ആരും തന്നെ ഇവിടെ പഠിക്കാൻ ഉണ്ടാവില്ല. സോ എവറിബഡി they want to migrate. Sorry for taking too much of time. Thank you. Sorry. ഞാൻ ഒരു I'm just asking the question. കോളേജസിൽ പാർട്ടി പൊളിറ്റിക്സ് അത് ബാൻ ചെയ്യാൻ ഒക്കില്ലേ? ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ആക്ച്വലി ക്രിയേറ്റ്സ്. ഞാൻ ഇവിടെയാണ് പാസ്സായി പോയത്. ഞാൻ ബോംബെ കുറേ നടന്നിരുന്നു. ആ വെളിയിൽ ഞാൻ ഈ ബോംബെയിൽ ഞാൻ പല കോളേജസിലും കണ്ടിട്ടുണ്ട്. ഇതുമാതിരി പോളിറ്റിക്സ് കണ്ടിട്ടേ ഇല്ല. അത് സ്റ്റെം ചെയ്യാമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. Good evening, sir. ഞാൻ എയർ വൈസ് മാർഷൽ മധുസൂദനൻ. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് വെളിയിൽ 50 കൊല്ലത്തിൽ ചെല്ലുവാനും ജോലി ചെയ്തിട്ട് തിരുവനന്തപുരത്ത് പെൻഷനായി ജീവിക്കുന്നു. ഇവിടുത്തെ 1967 കേരളം വിട്ടപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ശങ്കരനാരായണൻ സാറിനെയും വാര്യർ സാറിനെയും അയ്യപ്പപ്പണിക്കർ സാറിനെയും കുമാരപിള്ള സാറിനെയും കുറിച്ച് കേൾക്കുകയും അവരോട് ഇടയ്ക്ക് സംവാദം നടത്തുവാനുള്ള സൗകര്യം ഒരു സ്കൂളിൽ പ്രീ-ഡിഗ്രി സ്റ്റുഡൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഞാൻ കാണുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഴുത്തൊലിക്കുന്ന അൾസറുകളുള്ളത്, അതിനെ നമ്മൾ ചികിത്സിക്കാൻ നോക്കുകയാണ്. അത് ഇവിടെ നിന്ന് വന്നു എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നും ഒന്ന് നമ്മൾ അപഗ്രഥിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ കാണുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ഥിതിയിലെത്താനുള്ള കാരണം നമ്മുടെ അധ്യാപകരായിരുന്നു. കളിക്കളം വിട്ട അധ്യാപകർ എന്നാണ് ഞാനവരെ വിളിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ ഒരു റഫറിയുടെ ഉത്തരവാദിത്വം അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിക്കളത്തിലെ ഇന്നത്തെ കളി ഉണ്ടാവില്ലായിരുന്നു. അവർ റഫറികൾ വെളിയിൽ മാറി നിന്നത് മാത്രമല്ല, ഇപ്പോൾ അവർ ഒളിക്കുകൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ പേടിച്ച് അവരുടെ മുമ്പിൽ പോകുവാൻ, അവരുടെ മുമ്പിൽ അധ്യാപകരായി നിൽക്കുവാൻ
അവരെ എന്താണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള മനസ്സാന്നിധ്യമോ ധൈര്യമോ ഇല്ലാത്ത അധ്യാപകരായിപ്പോയിരിക്കുന്നുവെന്ന്. അത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് എന്തൊക്കെ ഡ്രസ്സിങ് കൊടുത്താലും ഇത് മാറ്റാൻ ഒക്കുമോ? ഈ അധ്യാപകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രൊഫസർമാരുടെ മാത്രമല്ല, താഴത്തെ ലെവലിൽ കുട്ടികളുമായി ഇടപഴകാത്ത ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല ഇത് നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. അതിനെന്താണ് മാർഗം എനിക്കറിയില്ല. സർ, ഞാൻ അഡ്വക്കേറ്റ് കെ എ ബാലൻ, ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വക്കീലാണ്. എനിക്ക് ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കാം. കാരണം കേരളത്തിലെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചപ്പോൾ എയ്ഡഡ് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നാശത്തിൻ്റെ വക്കിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിയമനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ശമ്പളം കൊടുക്കുകയും മാനേജ്മെന്റ് നിയമിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കേരള ഹൈക്കോടതിയിൽ അധ്യാപക നിയമനം PSC വഴി നടത്തണമെന്നും പറഞ്ഞൊരു റിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ റിട്ട് പെറ്റീഷൻ ഡിവിഷൻ ബെഞ്ച് തള്ളിയപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ, ഇത് 2009 തുടങ്ങിയ കേസാണ്. ഇപ്പം 2019 സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തത്. ഇതേവരെയായിട്ട് സുപ്രീം കോടതി അത് ഏറ്റിട്ടില്ല. നമുക്കറിയാം, പാതിരാത്രി സുപ്രീം കോടതി കയറി ജാമ്യം കൊടുക്കുന്ന പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് ഇതേവരെയായിട്ട് സുപ്രീം കോടതി അത് നിയമിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ മുണ്ടശ്ശേരി മാസ്റ്റർ കൊണ്ടുവരുന്ന കേരള എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ചിട്ട് അന്നത്തെ ആ നിയമത്തിനകത്ത് 11ാമത്തെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, നിയമനങ്ങൾ PSC ലിസ്റ്റിൽ നിന്നാക്കണമെന്ന്. പക്ഷെ അതിനെതിരായിട്ടാണ് ഇവിടെ വിമോചന സമരം നടന്നതും വന്ന പട്ടം താഴെയുള്ള ഗവൺമെന്റിന്റെ കാര്യം ഇവർ ആദ്യം ചെയ്യുന്നത് ഒരു ഓർഡിനൻസ് വഴി അത് സ്റ്റാൾ ചെയ്യുകയും രണ്ടാമത് അമെൻമെന്റ് കൊണ്ടുവന്ന് സെക്ഷൻ 11 മാറ്റുകയും നിയമനം മാനേജ്മെന്റ് നടത്തും. പക്ഷെ ശമ്പളം ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള ബാധ്യത സർക്കാർ ഏറ്റെടുത്തു. പക്ഷേ രണ്ടാം EMS ഗവൺമെന്റ് വന്നപ്പോൾ അവരുടെ ആദ്യത്തെ ആ നിയമം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചില്ല. അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം, AK ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന്റെ ഫലമായിട്ടാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിൽ ഈ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നത്. ഈ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ ആ ബയലാറ്ററൽ എഗ്രിമെന്റ് അനുസരിച്ച് അറിയാമല്ലോ, മാനേജ്മെന്റിന് മിനിമം ക്വാളിഫിക്കേഷനുള്ള ആളിനെ അധ്യാപകരായിട്ട് നിയമിക്കാം. അല്ലാതെ ഇത് സംബന്ധിച്ച് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ മകൾ ഇവിടെ ബിയോൺസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ ഹോം സയൻസ് ആയിരുന്നു. അപ്പോൾ അവൾ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപിക എന്ന് വെച്ചാൽ ഹോം ട്യൂഷൻ എടുത്തിരുന്ന ആ കുട്ടി ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പാസ്സായതാണ്. അപ്പോൾ അവർക്ക് SN കോളേജിൽ ഒരു അധ്യാപകരുടെ വേക്കൻസി വന്നു ഈ ഹോം സയൻസിന്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ്, അങ്കിള് വെള്ളാപ്പള്ളി നടേശനെ അറിയാമോ എങ്കിൽ നമുക്ക് എന്തൊരു റെക്കമെൻഡേഷൻ നടത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അയാളെ പരിചയമുണ്ട് നേരിട്ട്, ഒരു കാര്യം ചെയ്ത് ഞാൻ വിളിച്ച് പറയാം, മോൾ അയാളെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അവിടെ പോയി കണ്ടപ്പോൾ കാരണം ഈ കുട്ടിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്, ഒരു ആക്സിഡന്റ് പെട്ട്. നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കുകാരി ആണ് അധ്യാപകരായിട്ട് അവിടെ ചെന്ന് ഒരു വേക്കൻസിയാണ്. വെള്ളാപ്പള്ളിയെ കണ്ടപ്പോഴും പറഞ്ഞു, ഒരു ഈഴവയാണ് ഈ കുട്ടി. വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത്, മോളെ സംഗതിയൊക്കെ ശരിയാണ്, കോളേജ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് പൈസ ആവശ്യമുണ്ട്, ഞങ്ങൾ 25 ലക്ഷം രൂപയാണ് സാധാരണ വാങ്ങിക്കുന്നത്, മോളായതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ തന്നാൽ മതി. അപ്പം ഈഴവയാണ് ആ കുട്ടി, അച്ഛനും അമ്മയില്ല, നാട്ടുകാർ പഠിപ്പിച്ച് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക്, എന്നിട്ട് അതിന് നിയമനം കൊടുത്തില്ല. അപ്പൊ ഇതാണ് കേരളത്തിലെ മൊത്തത്തിൽ നടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്. മെരിറ്റ് എന്ന് പറയുന്നത് നിയമനത്തിലില്ല, പണം കൊടുത്താൽ മെരിറ്റാണ്. അപ്പൊ ഇത് മാറ്റണമെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഞങ്ങൾ PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ കേസ് കൊടുക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കേസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഈ നമ്മുടെ കേസ് കൊടുത്ത അഫിഡവിറ്റിനകത്ത് നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിടാൻ സാധിക്കത്തില്ല, മാനേജ്മെന്റിനാണ് അതിനുള്ള അധികാരം, ഇത് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് അവിടെ വിട്ടുകൊടുത്ത്. പക്ഷേ ഇതിന് അവർ പോയി കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പം വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇത് വേറെ റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത നിലപാട് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ സെയിം നിലപാട് തന്നെയാണ്. വീണ്ടും പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഇവരെ സമീപിച്ചു. ഇത് ഈ നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വിടണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഇപ്പൊ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസിനകത്ത് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേസമയത്ത് ഞാനിത് പറയാൻ കാരണം എയ്ഡഡ് ഇപ്പം ഇപ്പോഴ് ദേവസ്വം ബോർഡ് കോളേജ് എയ്ഡഡ് കോളേജാണ്. അവിടെ സംവരണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ദേവസ്വം ബോർഡ് കോളേജിൽ സംവരണം കൊടുക്കാമെങ്കിൽ NSSന്റെ കോളേജിൽ കൊടുത്തുകൂടാ, SNDPയുടെ കോളേജിൽ കൊടുത്തുകൂടാ, MVSന്റെ കോളേജിൽ കൊടുത്തുകൂടാ, കത്തോലിക്ക നടത്തുന്ന കോളേജിൽ കൊടുത്തുകൂടാ. അപ്പൊ ഇത് പ്രബലമായ ഈ ഒരു 4 സമുദായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണിത്. കാരണം ഇവരെല്ലാം ഇതിനകത്ത് വരുന്ന ഒരു കാര്യം കൂടെ സാർ മനസ്സിലാക്കണം. ഇതിനകത്ത് 50% സംവരണമുണ്ട്, 50% മെരിറ്റ് ഉണ്ട്. അപ്പൊ ഈഴവർക്ക് 14% സംവരണമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നത് ഞങ്ങൾക്ക് ആ സംവരണം വേണ്ട. കാരണം 14% സംവരണം NSSന്റെ കോളേജിലും കിട്ടും, MVSന്റെ കോളേജിലും കിട്ടും, ക്രിസ്ത്യാനിയുടെ കോളേജിലും കിട്ടും. അത് വേണ്ട എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. സുകുമാരനാർക്കാണെങ്കിലോ അവർക്ക് സംബന്ധിച്ചുള്ള 50% മെരിറ്റ് കൂടാതെ EWS സംവരണം എന്ന് പറയുന്ന 10% ഉണ്ട്. ആ EWS സംവരണം NSSന്റെ കോളേജിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കോളേജിലും പാവപ്പെട്ട നായന്മാർക്കും അല്ലെങ്കിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കിട്ടും. അതും അദ്ദേഹത്തിന് സംവരണം. MVSനാണെങ്കിൽ 12% സംവരണം മുസ്ലിങ്ങൾക്കുണ്ട്. 12% സംവരണം ഉണ്ടെങ്കിൽ MVSകാർ പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് സംവരണം വേണ്ട ഏതൊരു മേഖലയിൽ. ഇതാണ് ക്രിസ്ത്യാനികൾക്കാണെങ്കിലോ അവർക്ക് 6% സംവരണമുണ്ട്, കൂടാതെ അവർക്ക് മെരിറ്റും ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് PSCക്ക് വിട്ടുകഴിഞ്ഞാൽ നിയമനം കൊണ്ട് മെരിറ്റിലും കിട്ടും, സംവരണ സംവിധാനം കിട്ടും, ക്വാളിറ്റിയുള്ള അധ്യാപകർ വരികയും ചെയ്യും. ഇതിന് ഇടതുപക്ഷ ഗവൺമെന്റും വലതുപക്ഷ ഗവൺമെന്റും UDF, LDF ഇവിടുത്തെ സർവ്വ രാഷ്ട്രീയ പാർട്ടികളും ഈ മാനേജ്മെന്റ് കാരണം ലക്ഷക്കണക്കിന് രൂപ, 1 കോടി രൂപയൊക്കെയാണ് ഇപ്പോൾ ഒരു അധ്യാപക നിയമനത്തിലുള്ള. അപ്പൊ ഇതിനെ തടയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസിൽ ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഇവരെല്ലാം സീനിയർ അഡ്വക്കേറ്റന്മാരുടെ ഒരു പോസ്റ്റിങ്ങിന് 10 ലക്ഷം 25 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന അഡ്വക്കേറ്റിനാണ് ഈ മാനേജ്മെന്റുകാർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിന് നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ അഡ്വക്കേറ്റ് ഓൺ റിക്കാന്ന് പറഞ്ഞൊരു ലേഡിയാണ് നമ്മൾ ഇടപാട് ചെയ്തിരിക്കുന്നത്. അവർക്ക് ആകെ 1 ലക്ഷം രൂപയെ ഫീസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ഫീസ് കൊടുക്കുക യഥാർത്ഥത്തിൽ സീനിയർ അഡ്വക്കേറ്റിന്റെ ആവശ്യം വരും. ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിന് പബ്ലിക് എന്ന രീതിയിൽ നിങ്ങൾക്കൊക്കെ എന്ത് സഹായം ഈ കേസിൽ ചെയ്യാൻ സാധിക്കും എന്നൊന്ന് ആലോചിക്കുക. മറുപടി പറഞ്ഞിട്ട് സാറേ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ ബാക്കി കേൾക്കാം അല്ലേ? അത് ഞാൻ മോഹൻ കുന്നുമ്മൽ സാറ് ഒരു ഏകദേശം കുറേ ഇഷ്യൂസ് സാറ് പറഞ്ഞത് തന്നെയാണ്. എന്നാലും ഒരു ഫീഡ്ബാക്ക് ആളുകൾക്കുള്ള ഒരു ധാരണയെക്കുറിച്ചൊരു ആണ് ആളുകൾ അപ്രിഹെൻഷൻസ് പറഞ്ഞത്. സാറിനെ കേൾക്കാൻ നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്ത പ്രശ്നമാണ് ഈ എയ്ഡഡ് കോളേജുകളിൽ ഉള്ള നിയമനങ്ങൾ. ഞാനിവിടെ വൈസ് ചാൻസലറായി വന്നപ്പോഴാണ് ഈ എയ്ഡഡ് കോളേജുകളിലെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ വൈസ് ചാൻസലർക്ക് ഒരു റോളുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അതായത് ഈ പ്രൊമോഷൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അതിനൊരു പാനല് വൈസ് ചാൻസലർ കൊടുക്കണം. ആ പാനൽ ആണ് ഇവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് പാനൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഈ സംഭവം ഹെൽത്തിൽ ഇങ്ങനത്തെ ഒരു ഏർപ്പാടില്ല, ഇതെനിക്കറിയില്ല, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പാനലിൻ്റെ കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എയ്ഡഡ് കോളേജുകാർ എന്നെ വന്ന് കാണാൻ വന്നത്. എന്നിട്ട് അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു ഫലിതം നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനലിനെ വൈസ് ചാൻസലർ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ഒരു ലിസ്റ്റിൽ നിന്നാണ്. ആ ലിസ്റ്റ് തയ്യാറാക്കിയത് സംഘടനകളാണ്. സംഘടനകൾ കുറേ അധ്യാപകരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വൈസ് ചാൻസലർ ആളുകളെ കൊടുക്കും. അതായത് വൈസ് ചാൻസലർ ഒരു വെറുതെ ടിക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പോൾ ഞാൻ ഈ ഏർപ്പാട് മതിയാക്കിയിട്ട് പറഞ്ഞു ഈ പാനലിൽ നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ ലിസ്റ്റും ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഐ വിൽ ഹാവ് പാനൽ ഓൺലി ഫ്രം കേരളത്തിലാണെങ്കിൽ ഗവൺമെൻറ് കോളേജിലെ ടീച്ചേഴ്സും പിന്നെ കേരളത്തിന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റികളും. കേരളത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ആളുകളെ, പ്രത്യേകിച്ച് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരെയും എടുക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ കഴിയുന്നതും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് IIT, IIM അല്ലെങ്കിൽ അങ്ങനെയുള്ളത്, ശ്രീചിത്ര, അങ്ങനെ രാജീവ് ഗാന്ധി, ഇങ്ങനെയുള്ള
അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ സെലക്ട് ചെയ്തപ്പോൾ ചില ആളുകൾക്കൊന്നും പ്രൊമോഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ വന്ന് പരാതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മൈനോറിറ്റി കോളേജുകളിലെ സെലക്ഷൻ്റെത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പാനൽ തന്നെ അവരിങ്ങോട്ട് വരും. മൈനോറിറ്റി കോളേജിൽ ഇൻ്റർവ്യൂ നടത്തേണ്ട 3 പേരെ വൈസ് ചാൻസലർ സെലക്ട് ചെയ്യണം. എവിടെ നിന്നാണെന്ന് അറിയാമോ? അവർ തരുന്ന 5 പേരിൽ നിന്ന്. ഞാൻ കുറേ നാൾ പറഞ്ഞു ഈ ഏർപ്പാട് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിത് ചെയ്യില്ലെന്ന്. അപ്പം പിന്നെ വലിയ പ്രഷറായി ബിഷപ്പ്മാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അവസാനം പറഞ്ഞു നിയമത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കായിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സോ മൈനോറിറ്റി കോളേജിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ദർ വിൽ ബി എ കോളേജിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാവും, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു കമ്മിറ്റി ഉണ്ടാവും, പിന്നെ ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ കോളേജിൻ്റെ അവർ നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബിഷപ്പ്, കുഞ്ഞു ബിഷപ്പ്, അല്ലെങ്കിൽ വലിയ ഇങ്ങനെയുള്ള ആളുകൾ. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിഷപ്പിനെ ഞാൻ എടുത്തു കൊടുക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ എന്നിട്ട് അവരെന്താ പറയാ, ദ പാനൽ ഗിവൺ ബൈ ദ വൈസ് ചാൻസലർ ഹാസ് ഇന്റർവ്യൂഡ്. മനസ്സിലായില്ലേ? നിയമങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് സോ അട്രോഷ്യസ്. അപ്പോൾ വാട്ട് യു ആർ ട്രൈയിങ് അറ്റ് ദ ലെവൽ ഓഫ് സുപ്രീം കോർട്ട്, അത് തീർച്ചയായിട്ടും വിജയിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ അബൌട്ട് ഇറ്റ്. ശശികുമാർ ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ ഇതിനോട് ഈ നിയമനത്തിൻ്റെ കാര്യത്തിൽ? എനിക്ക് ഇതിനെക്കുറിച്ച് സാർ പറയാം. മറുപടി പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ സാർ? ഞാൻ വേറെ വൈസ് ചാൻസലർ പറഞ്ഞൊന്നും അഡീഷണലായിട്ട് പറയാനില്ല. ഒരു കാര്യം ഞാൻ പറയാം. യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവിടെയുള്ള സാമുദായിക സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ സ്വകാര്യ കോളേജുകൾ. അവരെ പിണക്കിക്കൊണ്ട് അവരുടെ വോട്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട്. അവരെ പ്രീതിപ്പെടുത്താതെ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ്റും ഒരു ഉത്തരവിറക്കില്ല. ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ക്വാളിറ്റിയുള്ള അധ്യാപകൻ ഗവൺമെൻറ് കോളേജിലും വേണം, പ്രൈവറ്റ് കോളേജിലും വേണം. പക്ഷേ ഇല്ല. ഇപ്പോഴേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെഗുലേഷൻ കൂടെ വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത്. അപ്പോൾ പണ്ടാണെങ്കിൽ ഡോക്ടറേറ്റ് എങ്കിലും വേണം, ഇപ്പോൾ ഡോക്ടറേറ്റ് വേണം. മറ്റേ ഡോക്ടറേറ്റിനും നെറ്റിനും JRF-നും ഒക്കെ മാർക്കുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നവനെ ഇൻ്റർവ്യൂ ബോർഡിൽ ടോപ്പ് മാർക്ക് കൊടുക്കും. ഇവിടെ യൂണിവേഴ്സിറ്റിയൊക്കെ നോമിനി ഉണ്ടാവും, നോമിനിയോടെ ഇരിക്കുകയുള്ളൂ, മെജോറിറ്റി മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ തീരുമാനം മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമുദായിക കാരെ പിണക്കിക്കൊണ്ട്, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഈ നമ്മുടെ CPM ആയാലും തയ്യാറാവില്ല. തീർച്ചയായും തയ്യാറാകണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. അദ്ദേഹം പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നാൽ നല്ലത്. അതിന് നമുക്കെല്ലാം കൂടി സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. Please be brief. As it became a custom to introduce myself, I am Sasikumar Vijayabindu, and I am a retired person from the Legal Vigilance Department in KSRTC. Now, ഈ നേതി എന്നുള്ള അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് ഇവിടെ തുടക്കത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വളരെയധികം കാര്യമാത്ര പ്രസക്തമായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ചർച്ച വന്ന് നിൽക്കുന്നത് നേതിയിലാണ്. നൈതി നാം ഹയർ വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ മൂല്യച്യുതിയും അവിടെ ഉണ്ടാകുന്ന അപജയങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന് പരിഹാര മാർഗങ്ങൾ കാണാനുള്ളൊരു വേദിയായിട്ടാണ് ഇത് ഇവിടെ തുടങ്ങിയത്. അവിടെ വന്നപ്പോഴത്തേക്കും അധ്യാപകരുടെ പ്രമോഷനും അധ്യാപകരുടെ റിസർവേഷനും എല്ലാമായിട്ട് ഈ വിഷയം മാറി അത് സ്വാഭാവികമായി മാറിപ്പോകുമെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, 1969 ഞാൻ MA പാസ്സായി SN കോളേജ് വർക്കലയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അധ്യാപകരുടെ പ്രൈവറ്റ് കോളേജ് അധ്യാപകരുടെ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന ഉണ്ടാക്കിയപ്പോൾ AKPCT എന്ന സംഘടന ഉണ്ടാക്കിയപ്പോൾ അധ്യാപകരുടെ ജോലി
മാന്യതയും അതിൻ്റെ വിശുദ്ധിയും കളയുന്ന ഒരു സംഘടനാ രൂപീകരണമാണ് ഉണ്ടാകുന്നത് എന്നും അങ്ങനെ സംഘടന ഉണ്ടാകരുത് എന്നും ഞാൻ അതിനകത്ത് അംഗമാകില്ല എന്നും കൃത്യമായി പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് ധാരാളം ആവശ്യതകളും ധാരാളം ആക്രമണങ്ങളും എനിക്ക് നേരെ ഉണ്ടായിരുന്നു. അങ്ങനെ 1971 ഞാൻ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഗവൺമെന്റ് സർവീസിൽ ജോലി സ്വീകരിക്കേണ്ട ഹതഭാഗ്യമനാണ്. അപ്പൊ ഞാൻ കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, വളരെ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്, അധ്യാപകരുടെ ജോലിയുടെ മാന്യതയും അതിന്റെ ഔന്നത്യവും കണക്കാക്കി അവർക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുകയും അവർക്ക് സംഘടനാ ബലമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് പോളിറ്റിക്സ്, ഡയറക്ട്ലി പോളിറ്റിക്സ് should not get interfered into their professional matters. They will have to have stability, they will have to have honesty towards the duty that is entrusted to them. And secondly, the students, as soon as a student is admitted to a course, he must be taught what is decent politics, not dirty politics. ഈ ഡയറക്ട്ലി പോളിറ്റിക്സിന്റെ കടന്നുവരവാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവനായിട്ട് ഇത്രയും അപച്യുതി ഉണ്ടാകാൻ കാരണം. അതിനുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു കൂട്ടായ പരിശ്രമം ഈ നേതിയിലൂടെ ഉണ്ടായി കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്ന്, ശശികുമാർ സാറ് പറഞ്ഞ 2 പോയിന്റ് വെച്ച് ഞാൻ പറയുന്നത്. ഒന്ന്, സാറ് പറഞ്ഞ് ഈ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് ഏജ് ലിമിറ്റ് നിലവിലുണ്ട്. പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് 12 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കോളേജായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ സാറ് പറഞ്ഞു, ഞാൻ ആദ്യം ഫിലോസഫി ആയിരുന്നു, അതിനുശേഷം ഫിലോസഫി പഠിച്ച് തീർന്നിട്ട്, അതായത് കോഴ്സ് പാസ്സാവില്ല, പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി, അങ്ങനെ പല സബ്ജക്റ്റ് മാറി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലെ 4 ഇയർ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറയുന്നത് നിലവിലെ 4 ഇയർ UG നമ്മൾ പ്രപ്പോസ് ചെയ്ത് കോളേജുകളിലൊക്കെ നടപ്പാക്കാൻ പോകുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് 1 വർഷമൊക്കെ കഴിഞ്ഞു. അതിൽ പറയുന്ന ഏജ് ബാർ ഇല്ല. നിലവിലെ 4 ഇയർ UG പ്രപ്പോസ് ചെയ്യുന്ന 4 ഇയർ UG, നിലവിലെ 3 ഇയർ UGയിൽ ഏജ് ബാർ ഉണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ അത് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ പറയുന്നത് ഇപ്പം പല കോളേജുകളിലും ഡിഗ്രിക്ക് കുട്ടികളില്ല, പ്രത്യേകം സയൻസ് സബ്ജക്ട്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സ്, കെമിസ്ട്രി, ഈ സബ്ജക്ട്സിൽ നിലവിൽ 3 ഇയർ കോഴ്സിൽ കുട്ടികളില്ലാതെ അത് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ 4 ഇയർ UGയിൽ പ്രപ്പോസ് ചെയ്യുന്നത് ഏജ് ബാർ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് ശശികുമാർ സാർ പറഞ്ഞതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയുള്ള അപകടം ഇനി ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, ശശികുമാർ സാർ പറഞ്ഞ UGC റെഗുലേഷൻ്റെ കാര്യം, UGC റെഗുലേഷൻ്റെ കാര്യം 2018 റെഗുലേഷൻ, അതിനകത്ത് 2018 ഇറങ്ങി, അത് കേരള ഗവൺമെൻറ് നടപ്പാക്കി, എല്ലാ യൂണിവേഴ്സിറ്റികളും റെഗുലേഷൻ നടപ്പാക്കി കഴിഞ്ഞു. അതിനുശേഷം 2019 UGC 2 സർക്കുലർ ഇറക്കി, പബ്ലിക് നോട്ടീസ് അമെൻഡഡ് എന്ന് പറഞ്ഞിട്ട്, നമ്പറിട്ട് അമെൻഡഡ് ഇട്ട് അതിനകത്ത് പറഞ്ഞു 2019 ജൂൺ തൊട്ട് കെയർ ജേണൽസ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അത് 2 സർക്കുലർ ഇറക്കി. അതിന് കെയർ ജേണൽസിൻ്റെ എല്ലാം ചെയ്തു. അധ്യാപകർ കുറേ പേര് കെയർ ജേണൽസ് പബ്ലിഷ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് കെയർ ജേണൽസ് നോക്കാറില്ല. ഒറിജിനൽ 2018 റെഗുലേഷൻ. അപ്പം നമ്മൾ ചോദിക്കും പ്രൊമോഷൻ എങ്ങനെ, അപ്പോയിൻമെന്റ് എങ്ങനെ, ബേസ്ഡ് ഓൺ 2018 റെഗുലേഷൻ, UGC റെഗുലേഷൻ. പക്ഷെ സബ്സിക്വന്റ് ആയിട്ട് UGC ഇറങ്ങിയ പബ്ലിക് നോട്ടീസ് കെയർ നോക്കണം എന്നുള്ളത് അണ്ടർമൈൻ ചെയ്തു. അത് നോക്കുന്നില്ല. കേരള യൂണിവേഴ്സിറ്റി നോക്കുന്നില്ല, ഗവൺമെന്റ് നോക്കുന്നില്ല, കേരളത്തിലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നില്ല. അപ്പം ഈ ഒരു വിഷയം ഞാനും എൻ്റെ സുഹൃത്ത് ഞങ്ങളൊരിക്കൽ ഇവിടെ ചണ്ഡീഗഡ് വെച്ച് UGC ചെയർമാൻ നേരിട്ടാണ്. ഞങ്ങളുടെ ഒരു അതോറിറ്റി വേണമല്ലോ ചോദിക്കാൻ. ഭാഗ്യത്തിന് UGC ചെയർമാൻ നേരിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, സാറേ UGC തന്നെ ഇറക്കിയ റെഗുലേഷനാണ് 18, അതിനുശേഷം 2 സർക്കുലർ ഇറക്കി എല്ലാ യൂണിവേഴ്സിറ്റിയും 2019 ജൂൺ തൊട്ട് കെയർ ജേണൽസ് പബ്ലിഷ് ചെയ്യണം. കെയർ ജേണൽസ് പബ്ലിഷ് ചെയ്യാൻ അത്ര ഈസി അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോയിന്റ്, എന്തുകൊണ്ട് UGC അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യുന്നില്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്, അദ്ദേഹം പറഞ്ഞ പോയിന്റ് വളരെ ഹാർട്ടനിങ് ആയി. അദ്ദേഹം പറഞ്ഞ പോയിന്റ്, UGC റെഗുലേഷൻ ഇറക്കി, ഫോളോ ചെയ്യണോ വേണ്ടെന്നുള്ളത് ആ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുക, അവർക്കാണുള്ള അധികാരം. സെലക്ഷൻ കമ്മിറ്റി പറയുന്നു കെയറിനൊക്കെയായി മറ്റൊരു പിയർ റിവ്യൂവിനാണ് എന്ന് തോന്നിയെങ്കിൽ അവർക്ക് എടുക്കാം. UGC നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നശിച്ചു പോയാൽ അത് നശിച്ചു പോകും, നന്നായാൽ അത് നന്നാവും. കോമ്പറ്റീഷനാണ്. അതിന് അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾസ്, ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന അലഹബാദ് യൂണിവേഴ്സിറ്റി ഇന്നത് എവിടെ നിൽക്കുന്നു? അത് ഏറ്റവും താഴോട്ട് പോയി. മറ്റ് പണ്ടുണ്ടായിരുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് എവിടെ നിൽക്കും? താഴോട്ട് പോയി. പക്ഷെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും മറ്റ് യൂണിവേഴ്സിറ്റികളും കയറി വരുന്നു. അപ്പോൾ അവരുടേതായ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് അവർ കയറി വരുന്നു.
അല്ലാത്തവർ നശിച്ചു പോകും. അപ്പോൾ അതാണ് UGCയുടെ ചെയർമാൻ പറഞ്ഞത്. അവരാണ് റെഗുലേഷൻസ് ഇറക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഒന്നുകിൽ UGC റെഗുലേഷൻസ് ഇങ്ങനെ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുക. ഇറക്കുന്ന UGCക്ക് തന്നെ ആ റെഗുലേഷൻസിൽ യാതൊരു ആത്മാർത്ഥമില്ലാത്ത അവസ്ഥ വളരെ മോശമാക്കുന്നു എന്നുള്ള പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, വൈസ് ചാൻസലർ ചെയ്ത ബോർഡ് ഓഫ് സ്റ്റഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ സീനിയോറിറ്റി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പണ്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ പോലും ആവാതെ റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് ഒരവസരം കിട്ടി. അത് നല്ലതാണ്. പക്ഷെ അതിന് ചെറിയ ചിലയിടത്തൊക്കെ അവർ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. എന്നാലും വളരെ നല്ലൊരു തുടക്കം സാർ ചെയ്തിട്ട്, അപ്പോൾ സാറിനെ കുറിച്ച് വലിയ അഭിമാനമാണ് അധ്യാപകർക്ക്. അതല്ല, സാറിൻ്റെ ഒരു നോമിനിയായിട്ട് കുസാറ്റ് സെൻറ്ററിൽ പോയാൽ എനിക്കും അതിനോട് അഭിമാനം കിട്ടുന്നു. സന്തോഷം. ഈ ഏജിന്റെ കാര്യത്തിൽ ഒരു രസകരമായ കാര്യമുണ്ട്. അതിൽ അഡ്മിഷന്റെ ഏജ് റെസ്ട്രിക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ദാറ്റ്സ് വൺ തിങ്. പക്ഷേ ലിംഗോ കമ്മിറ്റി എന്ന് പറയുന്ന കോളേജുകളിൽ ഇലക്ഷൻ നടത്തുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതിയുടെ കമ്മിറ്റി വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയാകണമെങ്കിൽ 23 വയസ്സിൽ താഴെയായിരിക്കണം. അപ്പോൾ നേരത്തെ ശ്രീമൻ ശശികുമാർ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ 2 തരം വിദ്യാർത്ഥികളുണ്ട്. ഒന്ന് എൻ്റെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസ്, 2 വിദ്യാഭ്യാസം പ്രൊഫഷണലാക്കി വെച്ച ആളുകൾ. അവരിങ്ങനെ അവരുടെ പ്രൊഫഷനാണ് വിദ്യാർത്ഥിയാവുക എന്നുള്ളത്. അപ്പോൾ അവർ 25-26 വയസ്സാവും. അപ്പം അങ്ങനെയാണ് കാട്ടാക്കട കോളേജിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആക്കാനാണ് നിയോഗിച്ചിരുന്നതെന്നാണ് ഞാൻ പിന്നീട് കേട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലിംഗോ കമ്മിറ്റി എന്ന പ്രശ്നമുള്ളത് കൊണ്ട് അവിടുത്തെ കോളേജിൽ ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് 10-25 വയസ്സുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഏതോ ഒരു പെൺകുട്ടിയെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിട്ട് അവിടെ ഇലക്ഷനൊന്നുമില്ല, യുനാനിമസ് ആയിട്ട് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് അയച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ആ കുട്ടി വില്ലിങ് അല്ല. അവരപ്പോൾ ഒരാൾ വില്ലിങ് അല്ലെങ്കിൽ ഇപ്പം നമ്മളെന്താ ചെയ്യുക? അപ്പോൾ വില്ലിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധുവിനെയല്ലേ അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ മഹാൻ വില്ലിങ് ആയി. അങ്ങനെ അദ്ദേഹം വില്ലിങ് ആണെന്നും പറഞ്ഞിട്ട് ഇവിടെ അയച്ചു. അപ്പോൾ ഇതുപോലെ വില്ലിങ് ആയി അവരുടെ കൂട്ടത്തിൽ വേറെ ആരോ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പരാതി അറിയുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അത് പരാതി അയച്ചു. പരാതി അയച്ചപ്പോഴത്തേക്ക് വ്യാജരേഖ നിർമ്മാണമാണ്. അതായത് മറ്റേത് പ്രിൻസിപ്പൽ ഒപ്പിട്ട് ഈ വിദ്യാർത്ഥി ഒപ്പിട്ട് എല്ലാവരും കൂടെ. അപ്പോഴാണ് ഇത് വന്നത്. അപ്പം മീഡിയയിലൊക്കെ പതുക്കെ വന്നു. അപ്പം ഞാൻ നേരെ പോലീസിനങ്ങ് കൊടുത്തു. അപ്പം പോലീസിന് കൊടുത്തപ്പോഴത്തേക്ക് സിൻഡിക്കേറ്റ് വലിയ പ്രശ്നമുണ്ട്. ഇത് നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഡോക്ടറാണ്, ചിലത് സർജിക്കൽ എക്സിഷനാണ്, അല്ലാതെ മരുന്ന് കൊടുക്കലല്ല. അപ്പൊ അങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും പിന്നീട് നമ്മുടെ MLA ഒക്കെ ആകേണ്ടിയിരുന്ന ഒരു മഹാനെ ക്രൂരമായിട്ട് ഞാൻ ഉപദ്രവിച്ചത്. രാജ്യത്തിന്റെ നഷ്ടം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഈ ലിംഗോ കമ്മിറ്റി ഏജ് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതേസമയം ദർ ഇസ് അനദർ ആംഗിൾ. ഇപ്പോഴത്തെ പുതിയ NEP അനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന എവരിബഡി ഷുഡ് ലേൺ ആൻഡ് യു ക്യാൻ ജോയിൻ എ കോഴ്സ് ആൻഡ് ലീവ് എ കോഴ്സ് ആൻഡ് കം ബാക്ക് എന്നുള്ളത്. ഈ വിദ്യാഭ്യാസം ആരുടെയും കുത്തകയല്ലാത്തൊരു സമഗ്രമായ ഒരു ചിന്തയാണ് NEP-യിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നമ്മൾ ഈ കേരള യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി കോളേജും ഇത്തരം കള്ളന്മാരെ കുറിച്ചും തുടരെ ചർച്ച ചെയ്യുന്നതിൽ ഭേദം നമ്മളിതിൻ്റെ ആ ബിഗ്ഗർ പിക്ചറും ബിഗ്ഗർ വിഷനും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ നോളജ് എക്കോണമിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. സോ എത്രത്തോളം നോളജ് അക്വയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം കോമ്പീറ്റൻസ് അക്വയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ളവർക്കാണ് മികവിൻ്റെ അവർക്ക് വളർച്ചയുള്ളത്. ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ അവർ കൺട്രി ഓർ ഇൻ ദ വേൾഡ് ആർ നോട്ട് പീപ്പിൾ ഹു ഹാഡ് ഗ്രേറ്റ് റിച്ച് പാരൻസ്, ബട്ട് അമേസിംഗ്ലി ഇൻ്റലിജൻറ്റ്, അമേസിംഗ്ലി സ്കിൽഡ് ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക നമ്മുടെ ചുമതലയാണ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോകും, കുട്ടികൾ വേറെ എവിടെയെങ്കിലും പോകും. ദേ വിൽ ഡെഫിനറ്റ്ലി ടേക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്മാൾ പെർസെൻറ്റേജ് ഓഫ് എന്താ പറയുക ആളുകളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അവർ ഇൻകോമ്പീറ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യും.
അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ എല്ലാ സമൂഹത്തിലും ക്രിമിനൽസ് ഉണ്ടാകും, എല്ലാ സമൂഹത്തിലും കളവ് പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പക്ഷേ ദി ലാർജ് മെജോറിറ്റി അതല്ല. ആൻഡ് ദെയർഫോർ ആൾ ഓഫ് us നമ്മളിവിടെ സത്യം തിരിച്ചറിയാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നേതി എന്ന് പറയുന്നത് തിരിച്ചറിയലാണ്, സത്യം തിരിച്ചറിയലാണ്. അപ്പൊ സത്യം തിരിച്ചറിയുന്ന ആളുകൾ ഒത്തുചേർന്നാൽ ഇതൊക്കെ നിഷ്പ്രഭമാക്കാൻ പറ്റും. ദർ മസ്റ്റ് ബി എ പോസിറ്റീവ് ആക്ഷൻ ഫ്രം അവർ സൈഡ്. പിന്നെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ അമ്മമാരില്ലേ? അവരുടെ അമ്മമാരൊന്ന് പറയണ്ടേ മക്കളെ ഇതല്ല എന്നുള്ളത്? വൈ ഡോണ്ട് വി എംപവർ അവർ മദേഴ്സ്? വൈ ഡോണ്ട് വി എംപവർ അവർ പാരൻസ്? ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളുടെ ഒക്കെ വീട്ടിലൊരു അമ്മ ഉണ്ടാവുമല്ലോ. ഒരമ്മയും എൻ്റെ മകൻ ക്രിമിനൽ ആകണമെന്ന് ആഗ്രഹിക്കില്ല. സോ നമ്മൾ സൊസൈറ്റി അമ്മമാരെ എംപവർ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ നമുക്ക് ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇവരെ ഡയറക്റ്റായിട്ട് കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലരെ തല്ലിക്കൊല്ലേണ്ടി വരും. നമുക്കിപ്പോഴത്തെ നിയമത്തിൽ അത് പറ്റൂലല്ലോ. സോ ഇറ്റ്സ് എ റിയാലിറ്റി. മുൻ പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ then what will you do? Society has to fight at various levels, and hope പോയിട്ടൊന്നുമില്ല. There is always a possibility of excellence. There is always possibility of excellence. അത് നമ്മുടെ ഒരു സംഘടന എന്ന നിലയിൽ, നേതി എന്ന സംഘടന എന്ന നിലയിൽ, and the media is doing an amazing work now. മീഡിയ ഇങ്ങനൊരു അമേസിംഗ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്രിമിനലുകളൊന്നും എക്സ്പോസ്ഡ് ആവില്ല. സോ അങ്ങനെ അവർ എക്സ്പോഷർ അവരെ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആളുകളുടെ ഉള്ളിൽ എന്തൊരു മാത്രം വെറുപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വേണം നമ്മൾ പുതിയ ഒരു കാര്യങ്ങൾ ചെയ്യാൻ. ചിലരെ ഡയറക്റ്റായിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യം, ദേ ആർ നോട്ട് വർത്ത് കൺഫ്രണ്ടിങ്. So let us have some other movement. അതൊരു മൂവ്മെന്റ് ആയിട്ട് തുടരാൻ പറ്റുവാണെങ്കിൽ that will be best. വളരെ ചിന്തോദീപകമായി, വളരെ സജീവമായി എല്ലാവരും പങ്കെടുത്തൊരു ചർച്ചയായിരുന്നു. കാര്യം പറഞ്ഞു, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ രാഷ്ട്രീയം നിരോധിച്ചേക്കുക. ഈ സംഘടന SFIയും KSUവും AVP എന്ന് പറഞ്ഞ രാഷ്ട്രീയമുള്ള സംഘടനയല്ല എന്നാ വൈപ്പ്. പക്ഷെ അപ്പൊ ഇവരെ മോണിറ്റർ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതായി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത്. അവർക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഷ്ട്രീയം പാടില്ല എന്നുള്ള നിയമമുണ്ട്, ചില നിയമമുണ്ട്. നമ്മൾ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നത്. അവിടെ കോടതി വിധി, വ്യക്തമായ കോടതി വിധിയുണ്ട്. ഇതാണ് നമ്മൾ നിസ്സായരാണ്. ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ നിസ്സായരാ. നമ്മൾ ഈ ചർച്ച ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ക്രൈസിസിലാണെന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഹയർ എഡ്യൂക്കേഷൻ ക്രൈസിസിലാണ് എന്ന് നമ്മളെല്ലാവരും യോജിച്ച് ഒറ്റ മനസ്സോടെ ഒരു ധാരണയിലെത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരു കാരണമോ രണ്ടോ നാലോ കാരണങ്ങളോ പറയാൻ കഴിയില്ല. എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഭരണപരമായ അക്കാഡമിക്കായിട്ടുള്ള മികവ് നിലനിർത്തുന്ന കാര്യത്തിൽ, കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന കാര്യത്തിൽ, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാം ശ്രദ്ധ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. ശശികുമാർ പറഞ്ഞതുപോലെ പോളിറ്റിക്സ് പാടില്ല ക്യാമ്പസിൽ. പോളിറ്റിക്സ് നിരോധിച്ചിരിക്കുകയാണ്, കോടതി വിധിയുണ്ട്. പക്ഷേ ഒരു ഇൻ ഡിസ്ഗൈസ് അല്ലെങ്കിൽ ഒരു കളർഫുൾ വേയിൽ പോളിറ്റിക്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പം ഇത് എവിടെ തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി. നാളെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഫീഡർ സംഘടനകളായിട്ട്, അല്ലെ, ഷാഡോ ആയിട്ട് പ്രവർത്തിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ.
അത് മോഹൻ സാർ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷനാണ് അവരുടെ പ്രൊഫഷൻ. അത് നമ്മൾ പറയും പൊളിറ്റിക്സ് പ്രൊഫഷനല്ല എന്ന് പറയും അല്ലേ, വെളിയിലൊക്കെ അങ്ങനെയാണ്. എന്താ പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മാത്രമേ എനിക്ക് പൊളിറ്റീഷ്യനാന്ന് പറയുള്ളൂ, ബാക്കി എല്ലാവർക്കും അവിടെ ഓരോ പ്രൊഫഷൻ വേറെയുണ്ട്. ആൻഡ് ദേ കം ഇൻ ടു പോളിറ്റിക്സ് ടു സെർവ് ദ സൊസൈറ്റി ഓഫ് ദ കൺട്രി. അതുപോലെ സമൂലമായ ഒരു ഇടപെടൽ, നമ്മൾ ചർച്ചകൾ പോരാ, ഇതിനകത്ത് നിയമങ്ങളും റെഗുലേഷൻസും മാറ്റേണ്ടതായ ആവശ്യമുണ്ട്, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ. അതുപോലെ തന്നെ നിയമനത്തിൽ സുതാര്യത ഉണ്ടാകണം. അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സജീവമായ ചർച്ചയും മാറ്റങ്ങളും ഉണ്ടാകണം. കുട്ടികളുടെ കോണ്ടക്ട്, ഒരു അധ്യാപകരുടെ കോണ്ടക്ട്, ഇതിനെയൊക്കെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിനെല്ലാവരും കൂടി ചേർന്നാലേ നടക്കുകയുള്ളൂ. പിന്നെ മോഹൻ സാർ പറഞ്ഞത് വളരെ റെലവൻ്റായിട്ടൊരു ചോദ്യമാണ്. ഇവിടെ ഈ പേരൻസും ടീച്ചേഴ്സ് പേരൻസ് എന്ത് ചെയ്യുകയാണ്? ഈ കുട്ടികളെ ഒരളവ് പോലെ ഞാൻ പറയാം, കുറേയൊക്കെ പേരൻസ് ഹെൽപ്ലെസ് ആണ് അല്ലേ? ശരിയല്ലേ സാറേ ഞാൻ പറഞ്ഞത്? കുറേ പേരൻസ് എങ്കിലും ഹെൽപ്ലെസ് ആണ് സാറേ. പിന്നെ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഞാൻ 30-39 കൊല്ലക്കാലം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത ആളാണ്. അവിടെ ഐഡിയോളജി വിറ്റിട്ടൊന്നുമല്ല സംഘടന വളർത്തുന്നത്, ഐഡിയോളജി വിറ്റിട്ടല്ല. അവിടെ ഇൻക്ലൂസീവ്നെസ് വരുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ടെററൈസ് ചെയ്തും ഭീഷണിപ്പെടുത്തിയുമാണ് ഓരോ ഐഡിയോളജീസിലേക്ക് ആളുകൾ, അല്ലേ? ശരിയല്ലേ സാർ ഞാൻ പറഞ്ഞത്? എനിക്ക് സ്വതന്ത്രമായി എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം മിക്ക കോളേജുകളിലും ഇല്ല. അത് തന്നെയാണ് സമൂഹത്തിലുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു ആകെ ശുദ്ധീകരിക്കേണ്ട ഒരു മേഖലയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ഇത് ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഈ ഭാരതത്തിനെ ലോകം ഊട്ടി നോക്കുന്നെങ്കിൽ നമ്മളുടെ ഈ സാങ്കേതിക രംഗത്തുള്ള മികവും ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ആ ഹ്യൂമൻ റിസോഴ്സസിന്റെ പൊട്ടൻഷ്യലാണ് നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൂടെ കടന്നു പോകുന്നത്. അവരെ കേടുപിടിക്കാതെ അല്ലെങ്കിൽ അവരെ ശരിയായ പാതയിൽ അവരുടെ പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിനുള്ള ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കറക്ഷണൽ മെഷേഴ്സ് ആർ റിക്വയർഡ്. കറക്ഷണൽ മെഷേഴ്സ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് കൺഫൈൻമെന്റ് വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഹാർഷായ നടപടികൾ എടുക്കേണ്ടി വരും. പക്ഷേ അത് വരണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ പൊതുവായ ആവശ്യമായിട്ട് ഇത് ഉയർന്നു വരണം. അതാണ് സാറ് പറഞ്ഞ ഒരു മൂവ്മെന്റ് തന്നെ ആകണമെന്ന് പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവങ്ങളും കേസുകളും ഒക്കെ പലതുമുണ്ട്. അത് വന്നതുപോയതിൽ നമ്മൾ അടുത്തൊരു സംഭവം വരുമ്പോഴത്തേക്കും മറന്നു പോവുകയാണ്. നമ്മുടെ ഹ്യൂമൻ അല്ലേ, നമ്മുടെ ഓർമ്മയൊക്കെ വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. അതുകൊണ്ട് ഈ ചർച്ച വളരെ ഫലപ്രദമായി എന്നുള്ളതിൽ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. നമുക്കെല്ലാവർക്കും നമ്മളുടേതായ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കാം. ലെറ്റ് us hope that ഒരിക്കൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്ന ഭാരതം, ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, കാന്തല്ലൂർ ശാല. ലോകത്തിലെ 10-60 രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 60-ലേറെ വിഷയങ്ങളിൽ ആളുകൾ പഠിക്കാൻ വന്നിരുന്നത് നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തുള്ള വലിയ ശിവക്ഷേത്രത്തിന്റെ അവിടെയാണ് കാന്തല്ലൂർ ശാല യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്, സർവകലാശാല ഉണ്ടായിരുന്നത്. നമുക്ക് ആ രീതിയിലേക്ക് പോകാൻ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അഭിമാനിക്കാനും മറ്റുള്ളവർ ഇങ്ങോട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകട്ടെ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാം. വളരെ ഒരു ക്രിയേറ്റീവായിട്ടും സ്കിൽ ഡെവലപ്മെന്റിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ വളരെ പ്രോആക്റ്റീവായിട്ടുള്ള സ്റ്റുഡന്റ് ആക്ടിവിറ്റീസിനും അഗ്രസീവ് ലേണിങ്ങിനും അഗ്രസീവ് ആക്ടിവിറ്റീസിനും സ്റ്റാർട്ടപ്സിനും ഒക്കെയുള്ള ഒരു എംപവർമെന്റ് അതിൽ കൂടെ നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഈ ചർച്ചയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളൊക്കെ ധന്യരായി സർ. ഞങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് Neti and all of us gathered here, I extend my sincere thanks and gratitude to Dr. Kunnummal sir, who was gracious enough to spend the whole time with us and answering all our queries, and R.S. Sasikumar,
I am following him very closely, and I should say that he is an untiring warrior. ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇവരൊക്കെ ഒരു ട്രബിൾസും ആളുകളാണ് കേട്ടോ. പോലീസിലെ സാധാരണ ആർഗ്യുമെന്റേറ്റീവ് പേഴ്സൺ സാധാരണഗതിയിൽ ഒരു അതോറിറ്റിയുള്ള ആളുകൾക്ക് ഒരു വെൽക്കം ഇതല്ല. പക്ഷെ ഈ വേദിയിൽ വളരെ സജീവമായി അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ നമ്മളൊക്കെ പ്രചോദിപ്പിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഈ സംഘടനയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഞാൻ നന്ദി പറയുന്നത് അസ്ഥാനത്തല്ല എന്ന് എനിക്കറിയാം. അത്രത്തോളം പ്രൗഢഗംഭീരമായ ഒരു ഓഡിയൻസാണ്. പലരെയും കാല് തൊട്ട് വന്ദിക്കേണ്ട സ്ഥാനത്തുള്ള ആളുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഗുരുക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാവരെയും വളരെ ആദരവോടെ എൻ്റെ നന്ദിയും ഈ സംഘടനയുടെ നന്ദിയും നമ്മളുടെ വരും തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.